നമസ്കാരം. പകൽ വാർത്ത തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ നേര് കണ്ടെത്താൻ എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ സംഘത്തെ നിയോഗിച്ച് ഹൈക്കോടതി 1 മാസത്തിനകം റിപ്പോർട്ട് നൽകണം. നടന്നത് സ്വർണ്ണക്കൊള്ളയെന്ന് ദേവസ്വം വിജിലൻസ് കോടതിയിൽ. ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയ 1.5 കിലോ സ്വർണം തിരികെ എത്തിച്ചപ്പോൾ 394 ഗ്രാമായി കുറഞ്ഞെന്നും കണ്ടെത്തൽ. ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തി സ്വർണ്ണപ്പാളി വിവാദം വീണ്ടും നിയമസഭയിൽ വിഷയമാക്കി പ്രതിപക്ഷം. സഭയിലെത്തിയത് സർക്കാർ അമ്പലം വിഴുങ്ങികളെന്ന ബാനറുമായി. ഭരണപക്ഷവും പ്രതിപക്ഷവും നേർക്കുനേർ നിയമസഭ ചെയ്യാൻ പാടില്ല. അങ്ങോട്ട് ബാനർ താത്താൻ പറ പ്ലീസ്. ഒരു കള്ളനെയും സംരക്ഷിക്കില്ലെന്ന് മന്ത്രി ബാലഗോപാൽ. പ്രതിഷേധ ബഹളത്തിൽ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. പ്രതിഷേധം വകവയ്ക്കാതെ കാസർഗോഡ് കുമ്പള സ്കൂൾ കലോത്സവത്തിൽ പലസ്തീൻ അനുകൂല മൈം വീണ്ടും അവതരിപ്പിച്ച വിദ്യാർത്ഥികൾ. നിർത്തിവെച്ച കലോത്സവം പുനരാരംഭിച്ചു. പലസ്തീൻ അനുകൂല മുദ്രാവാക്യം വിളിച്ച് സദസ്. പ്രതിഷേധിച്ച് BJP. സ്കൂൾ കനത്ത പോലീസ് സുരക്ഷയിൽ. കേരളം അന്വേഷിച്ചു നടന്ന ആ കോടീശ്വരൻ ആലപ്പുഴ തുറവൂർ സ്വദേശി ശരത് S. നായർ. 25 കോടി സമ്മാനം കിട്ടിയ തിരുവോണം ബമ്പർ ടിക്കറ്റ് ബാങ്കിൽ ഏൽപ്പിച്ചു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇന്ന് പ്രഖ്യാപിക്കും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം വൈകിട്ട് 4 മണിക്ക് ഡൽഹിയിൽ. പതിനെട്ട് കുട്ടികളുടെ ജീവനെടുത്ത കോൾഡ്രിഫ് കഫ് സിറപ്പിനെതിരെ കൂടുതൽ സംസ്ഥാനങ്ങൾ. ഉത്തരാഖണ്ഡും ഉത്തർപ്രദേശും നിരോധനം ഏർപ്പെടുത്തി. നിർമ്മാതാക്കളായ തമിഴ്നാട് കാഞ്ചീപുരം ആസ്ഥാനമായ ശ്രീശാൻ ഫാർമസ്യൂട്ടിക്കൽ ലൈസൻസ് റദ്ദാക്കി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. രാജസ്ഥാനിൽ ആശുപത്രിക്ക് തീപിടിച്ച് 8 രോഗികൾക്ക് ദാരുണാന്ത്യം. ആരുമറിയാതെ ബംഗളൂരു KSRTC AC ബസ് ഫ്ളാഗ് ഓഫ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധം കനപ്പിച്ച് ഇടത് സംഘടനകൾ. പാലക്കാട് KSRTC ഡിപ്പോ മാനേജരെ ഉപരോധിച്ചു. മാധ്യമങ്ങളെയും പാർട്ടിക്കാരെയും അറിയിക്കാതെ MLA പൊതുപരിപാടിയിൽ പങ്കെടുത്തതിനെ ചൊല്ലി കോൺഗ്രസിലും 2 അഭിപ്രായം. കോഴിക്കോട് മിശ്രവിവാഹിതരായ ദമ്പതിമാർക്ക് ഭർത്താവിന്റെ കുടുംബത്തിൽ നിന്ന് ക്രൂരപീഡനം. ഹിന്ദുവായ യുവതി മുസ്ലിം ആകണമെന്ന് ആവശ്യം. ഇല്ലെങ്കിൽ വിവാഹബന്ധം വേർപെടുത്തണം. പ്രതികാരമായി യുവാവിന്റെ കുടുംബ ഓഹരി പിൻവലിച്ച് അമ്മ സ്വന്തം പേരിലാക്കി. മോഷണം ആരോപിച്ച് നൽകിയ പരാതിയിൽ കേസും. തിരുവോണം ബമ്പർ വിജയിയെക്കുറിച്ചുള്ള സസ്പെൻസ് തീർന്നു. ബമ്പർ അടിച്ചത് ആലപ്പുഴ തുറവൂർ സ്വദേശി ശരത് S. നായർക്കാണ്. കഴിഞ്ഞ ദിവസം മറ്റൊരു സ്ത്രീക്കാണ് ബമ്പർ അടിച്ചത് എന്ന രീതിയിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. ലോട്ടറി ഏജന്റ് ഇക്കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത്. എറണാകുളം ജില്ലയിലല്ല, ആലപ്പുഴ ജില്ലയിലാണ് ലോട്ടറി അടിച്ചത്. നെട്ടൂരിൽ നിന്നാണ് ടിക്കറ്റ് വാങ്ങിയത്. നെട്ടൂരിൽ പെയിന്റ് കടയിലെ ജോലിക്കാരനാണ് ശരത് S. നായർ. ലതീഷിൽ നിന്നാണ് ടിക്കറ്റ് വാങ്ങിയത്. ബമ്പർ അടിച്ചത് ശരത് നായറാണ് എന്ന് തെളിഞ്ഞത് ശരത് ടിക്കറ്റ് ബാങ്കിൽ ഏൽപ്പിച്ചതോടുകൂടിയാണ്. തുറവൂരിലെ തൈക്കാട്ടുശ്ശേരിയിലെ SBI ബ്രാഞ്ചിലാണ് ടിക്കറ്റ് ഏൽപ്പിച്ചത്. നെട്ടൂരിലെ ലോട്ടറി ഏജൻസിയിൽ നിന്നാണ് ടിക്കറ്റ് എടുത്തത്. ബാങ്കിൽ ടിക്കറ്റ് ഹാജരാക്കിയ വിവരം ശരത് തന്നെയാണ് അറിയിച്ചത്. 2 ദിവസം രഹസ്യമായി വെച്ചിരിക്കുകയായിരുന്നു ശരത് S. നായർ. വീട്ടുകാരെ മാത്രമായിരുന്നു വിവരം അറിയിച്ചത്. അതുകൊണ്ട് തന്നെയാണ് 2 ദിവസം കേരളമാകെ ഈ ഭാഗ്യവാനെ തിരഞ്ഞു നടന്നിരുന്നത്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു വിവരങ്ങളുമായി. ആജ്ഞ, ശരത് ഇതേക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ശരത്തിന്റെ പ്രതികരണം കിട്ടിയിട്ടുണ്ടോ?
മഞ്ജുഷ, നമ്മളിപ്പോഴുള്ളത് ശരത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന നിപ്പോൺ പെയിന്റ് ഔട്ട്ലെറ്റ് ആണ്. അത് ഇവിടുത്തെ ഗോഡൌൺ മാനേജറാണ്. കഴിഞ്ഞ 12 വർഷമായിട്ട് ശരത്ത് ഈ മഞ്ജുഷ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 2 ദിവസമായിട്ട് ആരാണ് ഭാഗ്യശാലി എന്നുള്ള തിരച്ചിലായിരുന്നു. നമ്മൾ ഓരോരുത്തരും കേരളം ഒട്ടാക്കെ അങ്ങനത്തെ തിരച്ചിലായിരുന്നു. എന്തായാലും അതിനിപ്പോൾ വിരാമമായിരിക്കുകയാണ്. ആ ഭാഗ്യശാലി ആരാണെന്നുള്ളത്. ശരത്ത് തുറവൂർ സ്വദേശിയാണ്, ആലപ്പുഴ തുറവൂർ സ്വദേശിയാണ്. തുറവൂർ തൈക്കാട്ടുശ്ശേരിയിലെ SBIയിലാണ് ശരത്ത് ഭാഗ്യക്കുറി സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. ശേഷമാണ് ശരത്താണ് എന്നുള്ള വിവരം പറയുന്നത്. ഒരു പക്ഷേ 2 ദിവസം ഈ ബാങ്ക് അവധിയൊക്കെ ആയിരുന്നതുകൊണ്ട് ആ ഒരു സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ മാനിച്ചിട്ടായിരിക്കും. എന്തായാലും ശരത്ത് ജോലി ചെയ്തിരുന്ന ഈ നിപ്പോൺ പെയിന്റ് ഔട്ട്ലെറ്റിലെ ഇവിടുത്തെ അഡ്മിൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, രാഹുൽ. അദ്ദേഹം കൂടുതൽ അത് നിങ്ങൾ അറിഞ്ഞിരുന്നോ ശരത്തിനായിരുന്നു? ആള് ശനിയാഴ്ചയാണ് ടിക്കറ്റ് എടുത്തെന്ന് രാവിലെ. ആളൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല, പ്രൈസ് അടിച്ച കാര്യമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ വന്നു, ഞാനാണ് ആദ്യം എത്തിയത്. പിന്നെ ആളെത്തി ഓഫീസിൽ. പിന്നെ ആളെ എന്നോട് പറഞ്ഞായിരുന്നു ഇത്തിരി നേരത്തെ പോകണം, ബാങ്കിൽ പോകേണ്ട ആവശ്യമുണ്ടെന്നോ. ശരി, പോയിട്ട് വരാമെന്ന് ഞാനും പറഞ്ഞു. അവിടെ ചെന്ന് ടിക്കറ്റ് ഹാജരാക്കിയതിന് ശേഷമാണ് ഇപ്പൊ ഞങ്ങൾ അറിയണത്. ഈ ബാങ്കിൽ പോകണമെന്ന് പറഞ്ഞപ്പോഴും അറിഞ്ഞില്ല. ഇടയ്ക്ക് പോകാറുണ്ട്, ബാങ്കിൽ പോകാറുണ്ട്, കമ്പനിയുടെ ആവശ്യത്തിനും ആളുടെ പേഴ്സണൽ ആവശ്യത്തിന് പോകാറുണ്ട്. അദ്ദേഹം 12 വർഷമായിട്ട് ഇവിടെ. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശനിയാഴ്ചയാണെന്ന് അല്ലേ പറഞ്ഞത്? ശനിയാഴ്ച. ഇപ്പൊ ഈ ഇത്രയും നിമിഷത്തിനകത്ത് ഒരു സൂചന തന്നിട്ടില്ലേ? വേണം ശനിയാഴ്ച ഈവനിങ്ങിനല്ലേ നറുക്കെടുപ്പ് കഴിഞ്ഞത്, പിന്നെ സൺഡേ മുടക്കല്ലേ, പിന്നെ ഇന്നല്ലേ എല്ലാവരും വരുന്നത്. ശനിയാഴ്ചയാണോ അദ്ദേഹം ടിക്കറ്റ് എടുത്തത്? ശനിയാഴ്ച ആള് മുന്നേ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. 3-4 ദിവസം മുന്നേ എടുത്തിട്ടുണ്ട് ടിക്കറ്റ്. പിന്നെ ആള് പറഞ്ഞിട്ടില്ല, അടിച്ച കാര്യമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആരും പറഞ്ഞിട്ടില്ല. രാവിലെ അറിഞ്ഞേ, നിങ്ങൾ വന്നപ്പോൾ അറിഞ്ഞത്. എത്ര കാലമായി അദ്ദേഹം ഇവിടെ? 10 വർഷത്തിന് മേലെ ഇവിടെ വർക്ക് ചെയ്യണം. എന്ത് പോസ്റ്റിലാണ്? ഇവിടെ ഗോഡൌൺ മാനേജറായിട്ട് വർക്ക് ചെയ്യും. അതാണ് മഞ്ജുഷ, ഇവിടെ കഴിഞ്ഞ 10 വർഷത്തിലധികമായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ് ശരത്ത്. ഈ പറയുന്നത് പോലെ ഇവരാരും അറിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരം ഇവിടുന്ന് അദ്ദേഹം ഇവിടെ ഓഫീസിൽ വന്നിട്ട് പോയതാണ്. ഇവിടുത്തെ ഗോഡൌൺ മാനേജറാണ് നിപ്പോൺ പെയിന്റ്സിന്റെ ഈ ഔട്ട്ലെറ്റിന്, നെട്ടൂരിലെ ഔട്ട്ലെറ്റിന്റെ ഗോഡൌൺ മാനേജറാണ്. അതേ ഇവിടുത്തെ തന്നെ അഡ്മിൻ രാഹുലാണ് നമ്മളോടിപ്പോൾ സംസാരിച്ചത്. ഇവരാരും ഇങ്ങനെ ഒരു കാര്യം അറിയുന്നില്ല. അല്ലെ, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ വഴിയാണ് ഇവരൊക്കെ അറിഞ്ഞത്. അതായത് ശരത്ത് ബാങ്കിൽ ഈ ലോട്ടറി സബ്മിറ്റ് ചെയ്തു എന്നുള്ള വിവരം സുഹൃത്തുക്കൾ വഴിയാണ് ഇവർക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. എന്തായാലും അദ്ദേഹം രാവിലെ ഓഫീസിലെത്തിയിരുന്നു. ഇന്ന് രാവിലെ ഇവിടെ എത്തിയ ശേഷമാണ് ഈ ബാങ്കിൽ പോകേണ്ടെന്ന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ ശേഷമാണ് ഭാഗ്യക്കുറിയുമായി പോയി ബാങ്കിൽ സബ്മിറ്റ് ചെയ്തത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കേരളം കാത്തിരുന്ന വലിയൊരു ചോദ്യത്തിന് ഉത്തരമാവുകയാണ്. നെട്ടൂർ സ്വദേശി ഈ ലതീഷിന്റെ കയ്യിൽ നിന്നും, നെട്ടൂരിലെ ഏജന്റ് ലതീഷിന്റെ കയ്യിൽ നിന്നും വാങ്ങിയ ടിക്കറ്റിന് ഈ നെട്ടൂരിലെ തന്നെ പെയിന്റ് കടയിലെ ജീവനക്കാരനായ ശരത് നായർക്കാണ് ആ ഭാഗ്യം കടാക്ഷിച്ചിരിക്കുന്നത്. തുറവൂർ സ്വദേശിയാണ് അദ്ദേഹം. തുറവൂരിലെ തൈക്കാട്ടുശ്ശേരി SBIയുടെ തൈക്കാട്ടുശ്ശേരി ബ്രാഞ്ചിലാണ് ഈ ടിക്കറ്റ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. മഞ്ജുഷ്, ശരത് എസ് നായർ പറയുന്നത് ഇത് അപ്രതീക്ഷിതമായി തനിക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ്. ആദ്യമായിട്ടാണ് ഓണം ബമ്പർ എടുക്കുന്നത്. ഒരു ടിക്കറ്റ് മാത്രമേ എടുത്തിരുന്നുള്ളൂ. ഇത് കടയിൽ അറിയിച്ചിരുന്നില്ല, ഇത് വീട്ടുകാരെ അറിയിച്ചിരുന്നു എന്നാണ്. ബാങ്കിൽ ടിക്കറ്റ് നൽകിയതിന് ശേഷം ഇത് പരസ്യപ്പെടുത്താം എന്ന് കരുതിയിരുന്നതാണ്, അതുകൊണ്ടാണ് ആരോടും പറയാതിരുന്നത് എന്നും ശരത്ത് പറയുകയാണ്. വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഓൺലൈനിലൊക്കെ നോക്കി, ലോട്ടറി നമ്പർ ഒത്തുനോക്കി അങ്ങനെ ലോട്ടറി അടിച്ചു എന്ന കാര്യം ഉറപ്പിക്കുകയായിരുന്നു. 2 ദിവസം ശരത്ത് ഇത് ആരെയും അറിയിക്കാതെ വീട്ടിൽ മാത്രം പറഞ്ഞ് മറച്ചുവെച്ചു എന്നുള്ളതാണ്. ആരും അറിഞ്ഞില്ല, എല്ലാവരും അന്വേഷിച്ച് നടക്കുകയായിരുന്നു ആർക്കാണ് തിരുവോണം ബമ്പർ അടിച്ചത് എന്ന്. അതിനിടെയാണ് ലോട്ടറി വിൽപ്പനക്കാരനായ ലിജീഷ് പറഞ്ഞത് നെട്ടൂരിൽ തന്നെയുള്ള ഒരു സ്ത്രീക്കാണ് ലോട്ടറി അടിച്ചത് എന്ന്. അതും അദ്ദേഹം സംശയരൂപേണയായിരുന്നു പറഞ്ഞത്. ആ സ്ത്രീ വീട് പൂട്ടി പോയിരിക്കുകയാണ് എന്നും പറഞ്ഞിരുന്നു. നെട്ടൂര് വിട്ടു പോയിട്ടില്ല, നെട്ടൂരിൽ തന്നെ ഉള്ളയാൾക്കായാണ് ടിക്കറ്റ് വിറ്റത് എന്നുള്ള കാര്യവും ലോട്ടറി ഏജന്റ് പറഞ്ഞിരുന്നു. പക്ഷേ നെട്ടൂരിന് അടുത്ത് തന്നെയുള്ള തുറവൂരിലാണ് ഈ ഭാഗ്യവാൻ ഉണ്ടായിരുന്നത്. ആലപ്പുഴ ജില്ലയിലെ തുറവൂരിലാണ് ഭാഗ്യവാൻ. തൈക്കാട്ടുശ്ശേരി SBI ബ്രാഞ്ചിൽ ടിക്കറ്റ് ഹാജരാക്കി. ഇതോടുകൂടിയാണ് ഇത് ലോകം അറിഞ്ഞത്. ഇന്ന് രാവിലെയും പെയിന്റ് കടയിൽ ജോലിക്കായിട്ട് ശരത് എത്തിയിരുന്നു. പക്ഷേ പെയിന്റ് കടയിലെ മറ്റുള്ളവരെ ഈ വിവരം അറിയിച്ചിരുന്നില്ല. ബാങ്കിൽ പോവുകയാണ് എന്ന് പറഞ്ഞാണ് പെയിന്റ് കടയിൽ നിന്ന് പോയത്. ബാങ്കിൽ ടിക്കറ്റ് ഹാജരാക്കിയപ്പോഴാണ് അറിയുന്നത് 25 കോടി അടിച്ചിരിക്കുന്നത് ആലപ്പുഴ തുറവൂർ സ്വദേശിയായ ശരത് എസ് നായർക്കാണ് എന്ന കാര്യം. ആജ്ഞ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളെ. ആജ്ഞ, ഇപ്പോൾ ഈ ഏജന്റ് ലിനീഷിനെ അദ്ദേഹത്തിന്റെ പ്രതികരണം കിട്ടിയിട്ടുണ്ടോ? നമ്മളിപ്പോൾ ഉള്ളത് നെട്ടൂര പെയിന്റ് കടയിൽ തന്നെയാണ്. ഇവിടെ അദ്ദേഹത്തിന്റെ മറ്റൊരു സുഹൃത്തു കൂടി എബി കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. എബി അറിഞ്ഞത് എപ്പോഴാണ്? അല്ല, ഞാൻ ഇന്ന് കാലത്ത് അറിഞ്ഞു.
ഇന്ന് കാലത്താണ് അറിഞ്ഞത്. ശരത്ത് അറിയിച്ച ശേഷം നിങ്ങളെല്ലാവരും അറിഞ്ഞ സമയത്ത് ഞങ്ങൾ അറിഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾ കാലത്ത് വന്നു, നേരത്തെ തന്നെ പോയി. അപ്പോൾ ഒരു അത്യാവശ്യം എന്ന് പറഞ്ഞിട്ട് പോയി. അനിയനും കൂട്ടി വന്നിട്ടുണ്ടായിരുന്നു. ആള് പോയി, അത്ര ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. രാവിലെ ഡ്യൂട്ടിക്ക് എത്തിയ ശേഷമാണ് പോയത്. ഇന്ന് കാലത്ത് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നേരത്തെ വരണം, എനിക്ക് ഒരു അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു. അതപ്പോൾ ഞാൻ നേരത്തെ കൊണ്ട് വന്നു, മാത്രമേ പറഞ്ഞുള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ അതിനുശേഷം ഇവിടുന്ന് പോയ ശേഷം പിന്നീട് അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യുമല്ലോ ചെയ്തു. ഇപ്പൊ ജസ്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിളിക്കാന്ന് പറഞ്ഞു. വേറെ ഒന്നും പറഞ്ഞില്ല? ഇല്ല, അതൊന്നും പറഞ്ഞിട്ടില്ല. കിട്ടുന്ന ആൾക്ക് മനസ്സിലായി. ഇപ്പൊ ഫോട്ടോ ഒക്കെ ഇപ്പൊ വന്നതല്ല. ഞാനിപ്പോ ഒരു 1.5 കൊല്ലം പറയും. അപ്പൊ ആള് ഇവിടെ ഒരു 10 കൊല്ലായി. സ്ഥലത്താട്ട് ഇവിടെ 10 കൊല്ലായി. കാരണം രാവിലെ ഇവിടെ എത്തിയ ശേഷം അദ്ദേഹം പോവുകയാണെന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ. അപ്പോൾ ജീവനക്കാർ അല്ലെങ്കിൽ ഒപ്പം ഉണ്ടായിരുന്ന ആരും അറിഞ്ഞിരുന്നില്ല, വീട്ടുകാർ മാത്രമായിരുന്നു അറിഞ്ഞിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം കൂടിയുള്ളത്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഏജന്റ് ലതീഷ് ഒരു സ്ത്രീക്കാണ്, അതല്ലെങ്കിൽ INTUC ഒരു തൊഴിലാളിക്കാണ് എന്നുള്ള ഊഹങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ 800 ടിക്കറ്റ് അധികം വിറ്റ ഒരാളാണ്. ചിലപ്പോൾ ഒരു പക്ഷേ അതുകൊണ്ട് ഉണ്ടായിരുന്ന ഒരു ആശയക്കുഴപ്പമായിരിക്കാം. പക്ഷേ എന്നിരുന്നാൽ പോലും അതൊന്നുമല്ല, വളരെ രഹസ്യമായി വെച്ചിരിക്കുന്ന. കാരണം മുൻപുണ്ടായിട്ടുള്ള ഈ ബമ്പർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ട് മുൻപുണ്ടായിട്ടുള്ള കുറെ ആശയക്കുഴപ്പങ്ങൾ അല്ലെങ്കിൽ അവർക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ പരിഗണിച്ചിട്ടായിരിക്കാം ആളുകൾ ഇത്തരത്തിൽ വളരെ രഹസ്യമായി ഇത് കൈകാര്യം ചെയ്യാൻ ശ്രദ്ധിക്കുന്നത് എന്ന് വേണം പറയാൻ. അതിപ്പം മാധ്യമങ്ങളുടെ കണ്ണിൽപ്പെടാതെയും അതല്ലെങ്കിൽ ചുറ്റുവട്ടത്തുള്ളവരുടെ കണ്ണിൽപ്പെടാതെയും ഒക്കെ അവർ ഈ വളരെ രഹസ്യമായിട്ട് ഈ ലോട്ടറി ബാങ്കിൽ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ തങ്ങൾക്ക് ലോട്ടറി അടിച്ചതിപ്പം കഴിഞ്ഞ ദിവസം ആ ഏജന്റ് ലതീഷ് പറഞ്ഞത് അനുസരിച്ചിട്ട് 1 കോടി മുൻപ് അദ്ദേഹത്തിന് 1 കോടി രൂപ കൂടിയുടെ ഒരു ലോട്ടറി കൂടി അടിച്ചിരുന്നു ഒരു 3 മാസം മുൻപ്. ഇതുവരെയും അത് ആരാണെന്ന് പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് ആളുകൾ മാറുന്നത് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഈ തിരുവനന്തപുരം സ്വദേശി അനൂപിനുണ്ടായ ദുരനുഭവങ്ങളൊക്കെ ആയിരിക്കാം. ഒരുപക്ഷെ അതൊക്കെ മുന്നിൽ കണ്ടിട്ട് ആയിരിക്കാം ഇങ്ങനെ ആളുകൾ വളരെ രഹസ്യമായിട്ട് വെക്കുന്നത്. മാത്രമല്ല അപരിചിതരായ ആളുകൾ ഉൾപ്പെടെ പണം ചോദിച്ചു ചെല്ലുന്ന സാഹചര്യമൊക്കെ മുൻപ് ഈ ബമ്പർ അടിച്ചിട്ടുള്ള ആളുകൾക്കും ലോട്ടറി അടിച്ചിട്ടുള്ള ആളുകൾക്കും ഒക്കെ എടുത്ത് വെറുതെ കിട്ടുന്ന പണമല്ലേ, തങ്ങൾ കൂടി തന്നാൽ എന്താന്നുള്ള ആറ്റിറ്റ്യൂഡാണ് പലപ്പോഴും ആളുകൾക്കുള്ളത്. എന്തായാലും ശരത് എസ് നായരുടെ പ്രതികരണവും വന്നിട്ടുണ്ട്. ലോട്ടറി അടിച്ച കാര്യം ആദ്യം വിശ്വസിച്ചിരുന്നില്ല, പിന്നെ അത് ഉറപ്പിക്കുവാനുള്ള ശ്രമം നടന്നു, പിന്നെ ഓൺലൈനിലൊക്കെ നോക്കി ഉറപ്പിച്ചു. അനിയനോട് ഇക്കാര്യം പറഞ്ഞിരുന്നുവെന്ന് ശരത് പറയുന്നു. വീട്ടിലുള്ള അച്ഛൻ, അമ്മ, പിന്നെ ഭാര്യ, മക്കൾ, ഇവരാണ് ശരത്തിനുള്ളത്. ഇത് വീട്ടിൽ പറഞ്ഞിരുന്നു, പക്ഷേ മറ്റാരോടും ഇത് പറഞ്ഞിരുന്നില്ല, വീട്ടുകാരും ആരെയും അറിയിച്ചിരുന്നില്ല. ബാങ്കിൽ പോലും ലോട്ടറി ടിക്കറ്റുമായി ചെന്നപ്പോഴാണ് അവർ അറിയുന്നത്. ബാങ്കുകാരെയും വിളിച്ചു പറഞ്ഞിരുന്നില്ല, അക്കൗണ്ടുള്ള ബാങ്കായിരുന്നു, അവിടെയും പക്ഷേ പറഞ്ഞിരുന്നില്ല. പെയിന്റ് കടയിലെ ആരോടും ഇക്കാര്യം പറഞ്ഞിരുന്നില്ല. രാവിലെ സാധാരണ പോലെ പെയിന്റ് കടയിൽ പോയി, അവിടെ പോയിട്ട് ബാങ്കിൽ പോവുകയാണ് എന്ന് പറഞ്ഞാണ് ശരത്ത് മടങ്ങിയത്. ഇതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ബാങ്കിൽ ഹാജരാക്കിയതിനു ശേഷം പറയാം എന്ന് കരുതി, അത്രമാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു സസ്പെൻസ് ആയിട്ട് വെച്ചതൊന്നുമല്ല എന്നാണ് ശരത്ത് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു കാര്യത്തിലും ഒരു രീതിയിലൊരു ആസൂത്രണം ചെയ്തൊന്നുമല്ല ഇത് ചെയ്തത്. എന്തായാലും കഴിഞ്ഞ 2 ദിവസമായി ആരാണ് തിരുവോണം ബമ്പർ ഭാഗ്യവാൻ എന്ന വിവരം അന്വേഷിച്ച് നടത്തുന്ന സമയത്താണ് തൊട്ടടുത്ത് തന്നെ ശരത് എസ് നായർ എന്നയാൾ ഉണ്ടായിരുന്നു. ഭാഗ്യവാൻ തുറവൂർ എന്ന സ്ഥലത്താണ്. ആലപ്പുഴ ജില്ലയിൽ ഈ ടിക്കറ്റ് വാങ്ങിയ നെട്ടൂരിന്, എറണാകുളം ജില്ലയിലെ നെട്ടൂരിന് അടുത്ത് തന്നെയാണ് തുറവൂർ എന്ന സ്ഥലവും. പെയിന്റ് കടയിലേക്ക് പോകുന്ന വഴിക്ക് കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായിട്ട് എടുത്തതാണ്. സാധാരണ അങ്ങനെ സ്ഥിരമായിട്ട് ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന ആളല്ല, അപ്രതീക്ഷിതമായിട്ട് എടുത്തതാണ്. ഇതേ ലിജീഷിന്റെ ലോട്ടറി ഏജൻസിയിൽ നിന്ന് വാങ്ങുകയായിരുന്നു. ലോട്ടറി അടിച്ച വിവരം അപ്പോൾ തന്നെ ബമ്പർ നറുക്കെടുക്കുന്ന സമയത്ത് തന്നെ അറിഞ്ഞിരുന്നു, പക്ഷേ അത് പിന്നീട് ഉറപ്പിക്കുകയാണ് ചെയ്തത്. എന്തായാലും 2 ദിവസം ഇക്കാര്യം മറച്ചു വെച്ചു എന്നുള്ളതാണ് ഇക്കാര്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് എങ്ങനെ സാധിച്ചു എന്നുള്ളതാണ്, ഈ ശരത്തിന് എങ്ങനെ സാധിച്ചു എന്നുള്ളതാണ്. പക്ഷേ അത് ആരും അറിഞ്ഞില്ല എന്നത് മറ്റൊരു കാര്യം. അത് മാത്രമല്ല, വേറൊരാൾക്കാണ് ഓണം ബമ്പർ അടിച്ചത് എന്ന രീതിയിലുള്ള വാർത്തകൾ വന്നിരുന്നു. അത് ലോട്ടറി ഏജന്റും ആ രീതിയിൽ പറഞ്ഞിരുന്നു. അതാണ് ഇതിലൊരു സസ്പെൻസ് കൂട്ടുകയും ഇത് ആർക്കാണ് എന്നുള്ള കാര്യം, ഇന്ന് ബാങ്കിൽ ആരാണ് ടിക്കറ്റുമായി വരുന്നത് എന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് തുറവൂർ സ്വദേശിയായ ശരത് എസ് നായർ ബാങ്കിൽ ലോട്ടറി ടിക്കറ്റ് ഏൽപ്പിച്ചത്. മറ്റൊരു വാർത്തയിലേക്ക്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ച് ഹൈക്കോടതി. H. വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് അന്വേഷണത്തിന്റെ ചുമതല. വിപുലമായി അന്വേഷിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദേവസ്വം ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. കോടതി തീരുമാനം സ്വാഗതം ചെയ്യുന്നുവെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞു. സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇത്തരമൊരു
നിലപാടിലേക്ക് വന്നു. ഇക്കാര്യത്തിൽ കോടതിയിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണ്. ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു, ഇത് സമഗ്രമായ അന്വേഷണം നടത്തി ബാക്കിയുള്ള വെളിയിൽ വരുമ്പോഴേക്ക് നമുക്ക് ഈ കാര്യത്തിൽ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാവും. 98 മുതൽ ഇതുവരെയുള്ള കാര്യങ്ങൾ ഒന്നൊന്നായി പുറത്തു വരണ്ടേ. അപ്പൊ ആരൊക്കെയാണ്? അപ്പൊ ഇത്തരം ഒരു അന്വേഷണം നടക്കരുതെന്നുള്ള ഉദ്ദേശമുള്ള ആളുകളും അതോടൊപ്പം തന്നെ മുമ്പ് കിട്ടിയ അയ്യപ്പ സംഗമത്തിന്റെ മേൽക്കത്ത് എടുത്താൻ കഴിയുന്നതിന് പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്ന പരീക്ഷണത്തിന്റെ രൂപത്തിലേക്കുമാണ് ഇത് കടന്നു വന്നത്. അതാണ് ഞങ്ങൾ പറഞ്ഞത്. തെറ്റായ രൂപത്തിൽ പ്രതിപക്ഷം ഈ കാര്യത്തെ വ്യാഖ്യാനിച്ചു, തെറ്റായ രൂപത്തിൽ പ്രചരിപ്പിക്കുന്നു, അടിസ്ഥാനരഹിതമായ രൂപത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു. അത് കൃത്യമായി ബഹുമാനപ്പെട്ട കോടതിയുടെ ഇടപെടലിലൂടെ പുറത്തു വരട്ടെ. ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടത്. എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണമായിരിക്കും നടക്കാൻ പോകുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ അഡ്വക്കേറ്റ് CN പ്രകാശ് ഹൈക്കോടതിയിൽ നിന്ന്, ഒപ്പം BV അരുൺ തിരുവനന്തപുരത്ത് നിന്നും ചേരുകയാണ്. പ്രകാശ്, പക്ഷേ ഇക്കാര്യത്തിൽ മന്ത്രി പറയുന്നുണ്ട് ഇത് സ്വാഗതം ചെയ്യുന്നു, അതുപോലെ തന്നെ അന്വേഷണത്തിലെല്ലാം വെളിച്ചത്ത് വരും, പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളൊക്കെ ദുർബലമാകുമെന്ന്. പക്ഷേ ഇവിടെ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഉണ്ട് എന്നാണല്ലോ. അവിടെ നിന്ന് കൊടുത്തുവിട്ടത് സ്വർണ്ണപ്പാളിയാണ്. അവിടെ ഉണ്ണികൃഷ്ണൻ പോയിട്ട് തിരികെ കൊണ്ടുവന്നത് സ്വർണം പൂശിയവ മാത്രമായിരുന്നു. അപ്പോൾ സ്വർണത്തിന്റെ അളവിൽ കുറവ് വന്നിരിക്കുന്നുവെന്ന്. അപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് ചെമ്പുപാളിയാണെന്നായിരുന്നു അന്ന്. അതിപ്പോൾ സംശയം ബലപ്പെടുകയല്ലേ ഇക്കാര്യത്തിൽ മന്ത്രി ഇങ്ങനെ പറയുമ്പോഴും? മഞ്ജുഷ, തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ സമഗ്രമായ രഹസ്യാന്വേഷണം നടത്താനാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഉത്തരവിട്ടിട്ടുള്ളത്. ADGP എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപവൽക്കരിക്കാൻ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിരിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഒരു SP-യും 2 CI-മാരും ഒരു സൈബർ പോലീസ് ASയും ആണ് ഉള്ളത്. വാകത്താനം, കയ്പമംഗലം CI-മാരും കൊച്ചി സൈബർ ASIയും ആണ് ഈ സംഘത്തിൽ ഉള്ളത്. പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ ശശിധരനെയും സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് 2019 മുതൽ ഉള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാനാണ് നിർദ്ദേശം. അന്വേഷണ വിവരങ്ങൾ പുറത്തുവിടരുത്, രഹസ്യ സ്വഭാവം നിലനിർത്തണമെന്നും ജസ്റ്റിസുമാരായ രാജാ വിജയരാഘവൻ, KV ജയകുമാർ എന്നിവർ അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചിട്ടുണ്ട്. ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി പ്രത്യേകമായിട്ടുള്ള അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുള്ളത്. കേസ് ADGPയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന് വിടണം എന്ന് ദേവസ്വം ബോർഡും സർക്കാരും കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. BV അരുൺ കൂടി ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, ഇപ്പോൾ പ്രതിപക്ഷം ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്ന ഒരു സമയത്താണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുവാനുള്ള ഹൈക്കോടതിയുടെ തീരുമാനം വന്നിരിക്കുന്നത്. സ്വാഗതം ചെയ്യുന്നുണ്ട് സർക്കാർ. ഇത് ശരിക്കും സർക്കാരിന് ആശ്വാസകരം കൂടിയാണല്ലോ ഇപ്പോഴത്തെ ഈ പ്രത്യേക അന്വേഷണ സംഘം വരുന്നത്. പക്ഷേ വിജിലൻസിന്റെ റിപ്പോർട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം കുറ്റക്കാരനാക്കിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് കൂടി ഹൈക്കോടതി മുൻപാകെ വന്നിട്ടുണ്ട്. ഇതും സർക്കാരിന് ഗുണകരമാവുകയാണല്ലോ ഇപ്പോൾ. പക്ഷേ തീർച്ചയായിട്ടും സർക്കാരിനെ ആശ്വസിക്കാവുന്ന നടപടിയാണ് കോടതിയുടെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം സർക്കാർ വലിയ പ്രതിരോധത്തിലാണ്. ദേവസ്വം ബോർഡിനെ മാത്രം പഴിചാരിയോ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം പ്രതിസ്ഥാനം നിർത്തിയോ കൈകഴുകാൻ കഴിയാത്തൊരു വിഷയമാണ് ഇപ്പോൾ സർക്കാരിന് മേലുണ്ടായിരിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമമൊക്കെ വലിയ നേട്ടമെന്ന് അവകാശപ്പെടുമ്പോഴും അതിലൂടെ സാമുദായിക സംഘടനകൾ ഒപ്പം നിർത്താനായതിന്റെ ആശ്വാസമുള്ളപ്പോഴും തൊട്ടു പിന്നാലെ വന്ന ഈ സ്വർണ്ണപ്പാളി വിവാദം സർക്കാരിനെ അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാക്കിയതാണ്. അവിടെ സർക്കാർ കാത്തിരുന്നത് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് എത്രയും വേഗം പൂർത്തിയാക്കി കോടതിയിൽ പോവുകയും കോടതി പറയുന്ന അന്വേഷണത്തിന് സർക്കാർ തയ്യാറാകുമെന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ കോടതി പറയുന്ന അന്വേഷണം സർക്കാരിനെ പൂർണ്ണമായി സർക്കാർ സ്വാഗതം കാണുന്നത് തന്നെയാണ്. അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്നത് വരെ സർക്കാരിന് അത് ആശ്വസിക്കാൻ വകയുണ്ടാകും. റിപ്പോർട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങൾ അന്നത്തെ ദേവസ്വം ബോർഡ് ഭരണസമിതിക്കെതിരെ അടക്കമുണ്ടായാൽ അപ്പോൾ അത് വീണ്ടും CPM-നെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കും. ഏതായാലും സർക്കാരിന് ഇപ്പോൾ ഒരു പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു നടപടിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. നിയമസഭയിലടക്കം അത് സർക്കാരിന് പറയുകയും ചെയ്യാം. ഇന്ന് ഈ റൂൾ 50 നോട്ടീസ് വന്നപ്പോൾ തന്നെ ഇത് ചർച്ചയ്ക്കെടുക്കാൻ സർക്കാർ തയ്യാറായിരുന്നു. അപ്പോഴും അവർ പറയാനിരുന്നത് കോടതി പറയും പോലെ എല്ലാ കാര്യവും ചെയ്യാൻ തയ്യാറാണ്. ഇത് അവർ വീണ്ടും ആവർത്തിക്കും, ഇത് സർക്കാർ ആവർത്തിക്കുകയും ചെയ്യും. ഏതായാലും ഇനിയുള്ള ദിവസങ്ങളിലും ഈ 4 ദിവസം കൂടി സഭാ സമ്മേളനം നടക്കാനുണ്ട്. അപ്പോഴൊക്കെ പ്രതിപക്ഷം ഈ വിഷയം തന്നെയാകും ഉയർത്തുക. ഏതായാലും സർക്കാർ തൽക്കാലത്തേക്ക് പറഞ്ഞു നിൽക്കാൻ, പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു നടപടി തന്നെയാണ് കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ പൂർണ്ണമായും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രമാണ് സർക്കാർ കുറ്റപ്പെടുത്തുന്നത്. ദേവസ്വം മന്ത്രിയുടെ പ്രതികരണമടക്കം ആ രീതിയിലായിരുന്നു. 2019 ഭരണസമിതിയുടെ കാലത്ത് വീഴ്ച വന്നു എന്നൊരു പരാമർശം കൂടി ദേവസ്വം മന്ത്രി നടത്തിയിരുന്നു. 2025 ഒരു തരത്തിലുള്ള പാളിച്ചയും ഈ സ്വർണം
പാളികൾ കൊടുത്തുവിട്ടതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല. പക്ഷെ 2019 അങ്ങനെയല്ല, അവിടെ വീഴ്ച ഉണ്ടായെന്ന് ദേവസ്വം മന്ത്രി സമ്മതിക്കുന്നു. അപ്പോൾ നമ്മൾ ചോദിച്ചത്, അന്നത്തെ മന്ത്രി CPM-ന്റെ നേതാവാണ്, അന്നത്തെ ഭരണസമിതി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് CPM-ന്റെ ജില്ലാ നേതാവാണ്. എന്തുകൊണ്ട് അപ്പോൾ ഉത്തരവാദിത്വം എന്ന ചോദ്യത്തിന് എല്ലാ കാര്യങ്ങൾക്കും മന്ത്രിമാർക്ക് ഇടപെടാൻ കഴിയില്ലല്ലോ എന്നൊരു മറുപടിയാണ് ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തുണ്ടായത്. ഫലത്തിൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുള്ള വീഴ്ച മന്ത്രി കൂടി അംഗീകരിക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് ഇന്നുണ്ടായത്. ശരി, വി അരുണും അഡ്വക്കേറ്റ് CN പ്രകാശുമാണ് വിവരങ്ങൾ. ശബരിമലയിൽ സ്വർണ്ണപ്പാളി കാണാതായ സംഭവത്തിൽ ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിൽ നിയമസഭ സ്തംഭിച്ചു. റൂൾ 50 നോട്ടീസ് നൽകാതെ ചോദ്യോത്തര വേളയിൽ തന്നെ പ്രതിപക്ഷം പ്രതിഷേധം തുടങ്ങിയിരുന്നു. വസ്തുതകൾ പറഞ്ഞു വരുന്നതിലല്ല, പുകമറ ഉണ്ടാക്കാനാണ് പ്രതിപക്ഷ ലക്ഷ്യമെന്നും അതുകൊണ്ടാണ് നോട്ടീസ് നൽകാത്തതെന്നും സർക്കാർ വിമർശിച്ചു. സ്വർണ്ണപ്പാളി വിവാദം റൂൾ 50 നോട്ടീസായി നൽകാൻ ആലോചിച്ചിരുന്ന പ്രതിപക്ഷം പെട്ടെന്ന് തീരുമാനം മാറ്റുകയായിരുന്നു. രാവിലെ ചേർന്ന UDF നിയമസഭാ കക്ഷിയോഗമാണ് ചോദ്യോത്തരവേള മുതൽ പ്രതിഷേധിക്കാൻ തീരുമാനമെടുത്തത്. ചോദ്യോത്തരവേളയുടെ തുടക്കത്തിൽ പ്രതിപക്ഷ നേതാവ് സഭയിൽ നിലപാട് വ്യക്തമാക്കി. അയ്യപ്പ ഭക്തന്മാരെ എല്ലാം ഞെട്ടിച്ചുകൊണ്ട് ശബരിമലയിൽ കിലോ കണക്കിന് സ്വർണം കവർന്നെടുത്തിരിക്കുകയാണ്. ഈ വിഷയം ഈ സഭയിൽ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടും ഈ സഭയിൽ ഇത് അവതരിപ്പിക്കാൻ സമ്മതിച്ചില്ല. സർ, അതുകൊണ്ട് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ് ദേവസ്വം ബോർഡ് മന്ത്രി രാജിവെക്കണം. പ്രതിപക്ഷ നേതാവിന്റെ മൈക്ക് സ്പീക്കർ ഓഫ് ചെയ്തതോടെ സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധമായി. അംഗങ്ങൾ നടുത്തളത്തിലേക്ക്. അമ്പലം വിഴുങ്ങികൾ അയ്യപ്പന്റെ സ്വർണം കട്ടവർ ഈ ബാനർ ഉയർത്തിപ്പിടിച്ചായിരുന്നു പ്രതിഷേധം. സ്പീക്കറുടെ മുഖം മറച്ചും ഡയസിന് മുന്നിലും വരെ പ്രതിഷേധമായി. നടുത്തളത്തിന് അടുത്തുവരെ എത്തി മുദ്രാവാക്യം വിളിച്ച് ഭരണപക്ഷ MLA-മാരും. അങ്ങോട്ട് ബാനർ താത്താൻ പറ, പ്ലീസ്. ബാനർ അങ്ങോട്ട് താത്താൻ പറ. പ്ലീസ് അംഗങ്ങളൊന്നും അവിടെ ഇരിക്കണം. കേരളത്തിലെ ഏറ്റവും ഗൗരവമുള്ള വിഷയങ്ങളാണ് സഭ ചർച്ച ചെയ്യുന്നത്. ആ ചോദ്യോത്തര വേള പോലും തടസ്സപ്പെടുന്നത് ശരിയായ രീതിയല്ല, ഇതൊരു മാന്യമായ രീതിയല്ല. ബഹുമാനപ്പെട്ട അംഗങ്ങൾ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ സഭ ചോദ്യോത്തര വേള അനുവദിക്കണം, പ്ലീസ്. ചോദ്യോത്തരവേള സസ്പെൻഡ് ചെയ്ത സ്പീക്കർ സഭാ നടപടികൾ നിർത്തിവച്ചു. 10 മണിയോടെ വീണ്ടും സഭ ചേരുമ്പോഴും സാഹചര്യങ്ങളിൽ മാറ്റമുണ്ടായില്ല. എന്തിന് പ്രതിപക്ഷം ചർച്ചയെ ഭയക്കുന്നുവെന്ന ഭരണപക്ഷത്തിന്റെ പരിഹാസം കലർന്ന ചോദ്യം. ഇത് ഏത് വിഷയവും ചർച്ച ചെയ്യാനുള്ള ഈ സർക്കാരിന്റെ ആത്മവിശ്വാസവും ധൈര്യവും ജനാധിപത്യ ബോധവുമാണ് സർ വ്യക്തമാക്കുന്നത്. ഏതൊരു ചർച്ചയെയും അഭിമുഖീകരിക്കാൻ ധൈര്യമുള്ളൊരു ഗവൺമെന്റ്. അതുകൊണ്ട് ഇപ്പോൾ പ്രതിപക്ഷം ചർച്ചയ്ക്ക് തയ്യാറാവാൻ പോലും ധൈര്യമില്ലാത്തവരായി മാറിയിരിക്കുന്നു. ബഹളത്തിനൊടുവിൽ നടപടികൾ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ദേവസ്വം മന്ത്രിയുടെയും പ്രസിഡന്റിന്റെയും രാജി ഉൾപ്പെടെ 3 ആവശ്യങ്ങൾ ഉയർത്തി പ്രതിപക്ഷം സഭയ്ക്ക് പുറത്തേക്ക് മാർച്ച് ചെയ്തു. ഇന്ന് എന്തുകൊണ്ട് ഞങ്ങൾ നോട്ടീസ് കൊടുത്തില്ല എന്നാണ് മന്ത്രിമാരുടെ മറുപടി കേട്ടാൽ നമ്മൾ ചിരിച്ച് മണ്ണ് വെക്കും. എന്തുകൊണ്ട് നോട്ടീസ് കൊടുക്കാതെ പോയെന്നാൽ, നോട്ടീസ് കൊടുത്തിരുന്നെങ്കിൽ ചർച്ച ചെയ്യാമായിരുന്നു എന്നാൽ, ഇതേ വിഷയം 19-ാം തീയതി ഈ സഭാ സമ്മേളനത്തിൽ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നോട്ടീസ് കൊടുത്തിട്ട് അത് അവതരിപ്പിക്കാൻ പോലുള്ള അനുമതി നൽകാതെ തള്ളയായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ചോദ്യോത്തരവേള തൊട്ട് ഞങ്ങൾ സ്തംഭിപ്പിച്ചത്. ചോദ്യോത്തരവേള സ്തംഭിപ്പിക്കുന്നത് അപൂർവമെന്ന് ഭരണപക്ഷം പറയുമ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തടക്കം പലതവണ അന്നത്തെ പ്രതിപക്ഷം സഭ സ്തംഭിപ്പിച്ചത് പ്രതിപക്ഷവും ഓർമ്മിപ്പിക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. അധ്യാപകൻ കർട്ടനിട്ടതിനെ തുടർന്ന് മുടങ്ങിയ മൈം അതേ വേദിയിൽ അവതരിപ്പിച്ച് കാസർഗോഡ് കുമ്പള സ്കൂളിലെ +1 വിദ്യാർത്ഥികൾ. പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതിന്റെ പേരിൽ കലോത്സവ പരിപാടി തുടങ്ങി 2 മിനിറ്റിനുള്ളിൽ അധ്യാപകൻ കർട്ടനിട്ടത് വിവാദമായിരുന്നു. വിദ്യാർത്ഥികൾ വേദിയിലെത്തിയപ്പോൾ നിറഞ്ഞ കയ്യടിയോടെയാണ് സഹപാഠികളും കൂട്ടുകാരും എതിരേറ്റത്.
സ്കൂളിലേക്ക് BJP പ്രതിഷേധ മാർച്ച് നടത്തി. അതേസമയം കുട്ടികൾക്ക് പിന്തുണയുമായി കുമ്പള ജനകീയ വേദിയും സ്കൂളിലേക്ക് എത്തി. കൂടുതൽ വിവരങ്ങൾ നൽകാൻ KV ബൈജു ചേരുകയാണ് കുമ്പള സ്കൂളിന് മുന്നിൽ നിന്ന്. ബൈജു, ഇതൊരു രാഷ്ട്രീയ വിഷയമായി മാറുക കൂടിയാണല്ലോ. നേരത്തെ രാഷ്ട്രീയം കലർത്തി എന്നുള്ള ആരോപണമായിരുന്നു ഈ മൈം തടസ്സപ്പെടുത്തുവാനായിട്ട് സ്കൂൾ അധികൃതർ പറഞ്ഞിരുന്നത്. ആ നിലപാടിൽ നിന്ന് അവർ മാറിയത് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടലിലാണല്ലോ. അതെ മഞ്ജുഷേ, വലിയ തോതിൽ ചർച്ചയായ വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് പാതി വഴിയിൽ അവസാനിപ്പിക്കേണ്ടി വന്ന ആ പാലസ്തീൻ ഐക്യദാർഢ്യ മൈം ഷോ ആണ് ഇപ്പോൾ വീണ്ടും ഞാനിപ്പോൾ നിൽക്കുന്ന എനിക്ക് പിറകിൽ കാണുന്ന കുമ്പളയിലെ ഈ സ്റ്റേജിൽ ഇപ്പോൾ അരങ്ങേറിയത്. 12 മണിക്ക് തന്നെ കുട്ടികൾക്ക് ഇതിനുള്ള അവസരം ലഭിച്ചു. 5 മിനിറ്റ് ആയിരുന്നു ഇന്ന് ഈ മൈം ഷോ ഉണ്ടായിരുന്നത്. നേരത്തെ 7 മിനിറ്റ് മൈം ഷോ ആയിരുന്നെങ്കിൽ അത് വെട്ടിച്ചുരുക്കി 5 മിനിറ്റ് ആക്കി ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നു. കുട്ടികൾ പറയുന്നത് കലോത്സവ മാനുവൽ പ്രകാരം തന്നെയാണ് ഈ പരിപാടി അവതരിപ്പിച്ചതെന്നാണ് അവർ പറയുന്നത്. അതിലേതെങ്കിലും തരത്തിൽ ലംഘനമൊന്നും നടന്നിട്ടില്ല. അത്തരത്തിലുള്ളൊരു മൈം ഷോ ആണ് ഇപ്പോൾ അരങ്ങേറിയത്. വലിയ തോതിൽ മറ്റു കുട്ടികളൊക്കെ കരഘോഷം മുഴക്കി അതിനെ സ്വാഗതം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. എന്നാലും ഇതിനിടയിലെല്ലാം തന്നെ BJPയുടെ വലിയ പ്രതിഷേധം ഗേറ്റിന് പുറത്ത് ഉണ്ടായിരുന്നു. പ്രധാനമായും പാലസ്തീനെ അനുകൂലിച്ച് ഇത്തരത്തിൽ സ്കൂളുകളിൽ മൈം ഷോ ഉൾപ്പെടെയുള്ള കലാപരിപാടികൾ നടത്തുന്നതിനെതിരെയാണ് ഇപ്പോൾ BJP രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിൽ അവർ പ്രധാനമായും പറയുന്നത് PTA കമ്മിറ്റിക്കെതിരെ കേസെടുക്കണമെന്നാണ് പ്രധാനമായും പറയുന്നത്. എന്തായാലും ഒപ്പം നേരത്തെ ദൃശ്യങ്ങൾ കാണിച്ചതുപോലെ തന്നെ കുമ്പള ജനകീയ വേദിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് പിന്തുണയുമായി എത്തുന്ന സാഹചര്യം ഉണ്ടായി. ഏതായാലും മുടങ്ങിക്കിടന്ന കലോത്സവം 2 ദിവസങ്ങളായി നടക്കേണ്ട കലോത്സവം മൈം ഷോ കാരണം വെള്ളിയാഴ്ച വൈകിട്ട് അവസാനിപ്പിക്കേണ്ട അവസ്ഥ വന്നിരുന്നു. ആ കലോത്സവമാണ് ഇന്ന് രാവിലെയോടുകൂടി പുനരാരംഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഈ കുട്ടികൾക്ക് അതേ വേദിയിൽ തന്നെ മൈം ഷോ അവതരിപ്പിക്കാനുള്ള അവസരവും ഒരുക്കി കൊടുത്തിരിക്കുന്നു. PTA കമ്മിറ്റിയും അതോടൊപ്പം തന്നെ അധ്യാപകരും എല്ലാം ഒരുമിച്ച് ചേർന്നാണ് അത്തരമൊരു അവസരം ഒരുക്കിയത്. എന്തായാലും ഈ വിഷയം ഇപ്പോൾ വലിയ തോതിലുള്ള ചർച്ചയായി മാറിയിട്ടുണ്ട്. ഈ വിഷയം ഇവിടെ അവസാനിക്കുന്നില്ല എന്ന് വേണം പറയാൻ. ഒരു പക്ഷേ ഇനി വരാനിരിക്കുന്ന ജില്ലാ കലോത്സവങ്ങളിലും സംസ്ഥാന കലോത്സവങ്ങളിലൊക്കെ ഇത്തരം വിവാദങ്ങൾക്ക് തിരികൊളുത്തുന്നതാണ് കുമ്പളയിൽ നിന്നും ഉയർന്നു വന്നിരിക്കുന്ന ഈ പാലസ്തീൻ ഐക്യദാർഢ്യം എന്ന് പറയേണ്ടി വരും. ഒരുപക്ഷെ ഇനി സംസ്ഥാന കലോത്സവത്തിൽ ഉൾപ്പെടെ ഇതിനി മൈം ഷോ ആകട്ടെ, നാടക മത്സരമാകട്ടെ, ഇതിനെല്ലാം ഒരു പക്ഷേ ഇത് വിഷയമായേക്കാം. അത്തരം എതിർപ്പുകൾ വന്നേക്കാം, അനുകൂലിച്ച ഒരു വിഭാഗം വന്നേക്കാം. അത്തരത്തിലുള്ള ഒരു ചർച്ചയ്ക്കാണ്, അത്തരത്തിലുള്ള ഒരു വിഷയത്തിനാണ് ഇപ്പോൾ കുമ്പളയിൽ തുടക്കമിട്ടെന്ന് പറയേണ്ടി വരും. എന്തായാലും ആ മൈം ഷോ വിദ്യാർത്ഥികൾ പൂർത്തിയാക്കാൻ സാധിച്ചിരിക്കുന്നു. മന്ത്രി V ശിവൻകുട്ടി തന്നെ ഇതിൽ ഇടപെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മന്ത്രി V ശിവൻകുട്ടി ഇടപെട്ട് ഈ മൈം ഷോ ഇവിടെ കുട്ടികൾക്ക് അവസരമൊരുക്കുമെന്ന് അദ്ദേഹം നേരത്തെ തന്നെ ന്യൂസ് 18ലൂടെ പ്രസ്താവിച്ചിരുന്നു. അത് ഏതായാലും കുട്ടികൾക്ക് വലിയ സന്തോഷമാണ്. അവർക്ക് ആ വേദിയിൽ തന്നെ മൈം ഷോ അവതരിപ്പിക്കാൻ ഒരു സാധ്യതയുണ്ടായത്. ഏതായാലും ഇപ്പോൾ മറ്റ് പരിപാടികൾ ഇപ്പോൾ കുമ്പളയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിഷേധവുമായി എത്തിയ ആൾക്കാരെല്ലാം ഇപ്പോൾ പിരിഞ്ഞു പോയിട്ടുമുണ്ട്. മഞ്ജുഷ്. ശരി, KV ബൈജുവാണ് കുമ്പള സ്കൂളിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലൈംഗിക ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പൊതുപരിപാടിയിൽ പങ്കെടുത്തതിൽ പ്രതിഷേധം. DYFഐയും KSRTC എംപ്ലോയീസ് അസോസിയേഷനും പാലക്കാട് KSRTC ഡിപ്പോ മാനേജരെ ഉപരോധിച്ചു. ഇന്നലെ രാത്രിയാണ് മാധ്യമങ്ങളെ പോലും അറിയിക്കാതെ KSRTCയുടെ പുതിയ പാലക്കാട് ബംഗളൂരു AC സർവീസ് രാഹുൽ ഫ്ളാഗ് ഓഫ് ചെയ്തത്. അതേസമയം പാർട്ടി പ്രവർത്തകരെ അറിയിക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ പരിപാടിയിൽ പങ്കെടുത്തതിൽ പാലക്കാട്ടെ കോൺഗ്രസിലും ഭിന്നതയുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി 8:30-ക്കാണ് പാലക്കാട് നിന്ന് ബംഗളൂരുവിലേക്കുള്ള പുതിയ AC ബസിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തത്. രാഹുൽ ഈ വിവാദങ്ങൾക്കിടെ പങ്കെടുക്കുന്ന ആദ്യത്തെ ഔദ്യോഗിക പരിപാടി കൂടിയായിരുന്നു ഇത്. എന്നാൽ ഈ സംഭവത്തെക്കുറിച്ച് ആരും തന്നെ അറിഞ്ഞില്ല. മാധ്യമങ്ങളോ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളോ ഈ സംഭവത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല. പിന്നീട് ഇതിന്റെ വാർത്തകൾ വന്നതിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിലൊരു ഫ്ളാഗ് ഓഫ് നടത്തിയ കാര്യം തന്നെ പുറത്തറിയുന്നത്. നേരത്തെ തന്നെ രാഹുലിനെ ഔദ്യോഗികമായിട്ടുള്ള പരിപാടികളിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ലെന്ന് BJPയും DYFഐയും പ്രഖ്യാപിച്ചിരുന്നു.
വലിയ പ്രതിഷേധമുണ്ടാകുമെന്നും ഇരു വിഭാഗങ്ങളും പറഞ്ഞിരുന്നു. ആ സാഹചര്യത്തിൽ കൂടി ഈ രാഹുൽ ഈ നിശബ്ദമായി വന്ന് ഈ ഒരു ഫ്ലാഗ് ഓഫിൽ പങ്കെടുത്ത് മടങ്ങുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. വലിയ പ്രതിഷേധം ഇന്ന് ഇതിനെതിരെ ഉയർന്നു. രഹസ്യമായിട്ടാണ് KSRTC പരിപാടി നടത്തിയതെന്ന് ആരോപിച്ചായിരുന്നു DYFIയുടെയും KSRTEയുടെയും എംപ്ലോയി അസോസിയേഷനായ KSRTEയുടെയും പ്രതിഷേധം ഉണ്ടായിരുന്നത്. എന്നാൽ സംഭവത്തെക്കുറിച്ച് KSRTC പറയുന്നത് ഇപ്രകാരമാണ്. ഇതൊരു പകരം ഒരു ബസ് വിട്ടതാണ്, പുതിയ സർവീസ് അല്ല, റീപ്ലേസ്മെൻ്റ് ആയിരുന്നു ബസ്സിൻ്റെ. അത് MLAയെ അറിയിച്ചു, MLA വരുന്നു എന്ന് ഇങ്ങോട്ട് പറയുകയായിരുന്നു. തുടർന്നാണ് ഫ്ലാഗ് ഓഫ് വെച്ചത്. അതുകൊണ്ടാണ് മറ്റാരെയും അറിയിക്കാതിരുന്നത്. അതൊരു സാധാരണ ചടങ്ങ് മാത്രമായിരുന്നു എന്നാണ് KSRTCയുടെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം. എന്നാൽ വലിയ പ്രതിഷേധമാണ് DYFI ഇതിനെതിരെ നടത്തിയത്. DTയുടെ സീറ്റിലിരുന്ന് രാഷ്ട്രീയം കളിച്ചാൽ സീറ്റിലുണ്ടാകില്ലെന്നായിരുന്നു DYFIയുടെ ഭീഷണി. ഈ സംഘടന നേതാക്കളെ അറിയിക്കാത്തത് പ്രത്യേക ചടങ്ങില്ലാത്തത് കൊണ്ടായിരുന്നുള്ള KSRTCയുടെ വിശദീകരണവും എംപ്ലോയീസ് അസോസിയേഷനും തള്ളിയിട്ടുണ്ട്. എന്നാണെങ്കിലും വലിയ പ്രതിഷേധം ഇന്ന് ഇതിനെതിരെ പാലക്കാട് നടന്നു. ജോഷി ജോൺ പറയുന്ന സാറും അതിന് നേതൃത്വപരമായ പങ്കുവഹിച്ച പാലക്കാടിലെ ഡിപ്പോ എഞ്ചിനീയർ K സുനിൽ എന്ന് പറയുന്ന ഓഫീസറും രണ്ടുപേരും കൂടി ചേർന്ന് വളരെ രഹസ്യമായി MLA പോയി കാണുകയും 8:45 വരെ DE ആണ് ആ ബസിന്റെ ഉദ്ഘാടനം ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിക്കുന്നതെന്ന് പറഞ്ഞ് ഇവിടെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും 9 മണിക്ക് ബസ് എടുക്കേണ്ട സമയത്ത് കൃത്യം 9:05 കൂടി പാലക്കാട്ടിലെ MLA സ്ഥലത്തെത്തുകയും ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിക്കുകയും ബസിന്റെ ഉദ്ഘാടനം ചെയ്യുന്ന വളരെ രഹസ്യമായി KSRTCക്ക് ആകെ അപമാനമുണ്ടാക്കുന്ന തരത്തിലാണ് KSRTCയിലെ മാനേജ്മെന്റ് പ്രവർത്തിച്ചത്. അതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഞങ്ങളിന്നിവിടെ രേഖപ്പെടുത്തിയത്, ഡിപ്പോ ഓഫീസിന് മുമ്പിലും DTOയ്ക്ക് മുമ്പിലും. അതേസമയം സംഭവത്തിന് കോൺഗ്രസിനുള്ളിലും ആഭ്യന്തരമായിട്ട് ഒരു പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉയരുകയാണ് ഉണ്ടായിരിക്കുന്നത്. ബ്ലോക്ക് കോൺഗ്രസ് വാട്സപ്പ് ഗ്രൂപ്പിലായിരുന്നു പാലക്കാട് നഗരസഭാ കൗൺസിലറായ മൻസൂർ മണലാഞ്ചേരി പ്രതിഷേധം അറിയിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഒരു ഫ്ലാഗ് ഓഫിൽ പങ്കെടുക്കുന്നത് അവരെ അറിയിച്ചില്ല എന്നായിരുന്നു മൻസൂറിൻ്റെ പ്രതിഷേധം. പുത്തൂരിൽ നിന്നുള്ള ആളുകൾ വരെ പരിപാടിയിലെത്തി. എന്നാൽ പുതുപ്പള്ളി തെരുവിൽ നിന്നുള്ളവരെ അറിയിച്ചില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഇത് രഹസ്യ പരിപാടി ആയതുകൊണ്ട് ചോർത്തുമെന്നതുകൊണ്ടാണോ ഇങ്ങനെയൊരു നടപടി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ശബ്ദ സന്ദേശം. ഇത് MLA ആരുടെ സ്വകാര്യ സ്വത്തൊന്നുമല്ല. നിങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടിയിലും നിങ്ങൾക്ക് മറ്റേ മണ്ഡലം പ്രസിഡന്റും ബ്ലോക്ക് പ്രസിഡന്റിനും DCC പ്രസിഡന്റിനും എന്ത് അവകാശം കോൺഗ്രസിലുണ്ടോ അതേ അവകാശങ്ങൾ ഈ പാർട്ടി അനുയായികൾക്കും മറ്റു പാർട്ടി ഭാരവാഹിത്വമുള്ളവർക്കും മറ്റുള്ള ആളുകൾക്കും ഉണ്ട്. ആരും സ്വകാര്യ സ്വത്തായിട്ട് കൊണ്ട് നടക്കുന്ന സംഭവമല്ല. നമ്മൾ എന്താ പ്രതികരിക്കാത്തത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ട എന്നുള്ളൊരു വിഭാഗം വേണ്ട പറഞ്ഞിട്ടാണ്. വിളിച്ചിട്ട് പുത്തൂര് കിടക്കുന്ന ആൾക്ക് ഇവിടെ പുതുപ്പള്ളി തെരുവിൽ വന്ന് പരിപാടിക്ക് പങ്കെടുക്കുക പറഞ്ഞാൽ പുതുപ്പള്ളി തെരുവുകാർക്ക് എന്താ വരാൻ ബുദ്ധിമുട്ട്, ഈ മൂക്കിൽ താഴെയുള്ള ആളുകൾക്ക്? അപ്പൊ അതിന് നിങ്ങളൊരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ആ സിസ്റ്റം എന്നുള്ള കാര്യം പറഞ്ഞാൽ മതി. ഇന്നിപ്പോ എന്തായാലും ബ്ലോക്ക് കമ്മിറ്റി ഉണ്ടല്ലോ, 6 മണിക്ക് ബ്ലോക്ക് കമ്മിറ്റി കിടക്കണ്ടല്ലോ. അതിനൊക്കെ ചോദ്യം നടന്നിട്ടേ നടക്കുള്ളൂ. ചോദിക്കേണ്ട ചോദ്യങ്ങൾക്ക് ചോദ്യം ചോദിക്കും. മറുപടി തരാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റില്ല എന്ന് അവിടെ വന്ന് പറയും. ഇന്ന് അവിടെ ചോദ്യം ഉണ്ടാവുമല്ലോ. ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പരിപാടി തടയാൻ DYFIക്കും BJPക്കും കഴിഞ്ഞില്ലെങ്കിലും വലിയ പ്രതിഷേധം അതേ തുടർന്ന് പാലക്കാട് നടക്കുന്നു. കോൺഗ്രസിനുള്ളിലും ഇത് വലിയ തർക്കങ്ങൾക്ക് വഴിവെക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ പാലക്കാട് വന്ന് സ്വകാര്യ ചടങ്ങുകളൊക്കെ പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്നൊക്കെ സ്വീകരിച്ച നിലപാട് സ്വകാര്യ ചടങ്ങുകളിൽ രാഹുലിനെ തടയേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് രാഹുൽ ആദ്യത്തെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്ത് മടങ്ങുന്ന സാഹചര്യം വരെ ഉണ്ടായിരിക്കുന്നു. രാഹുലിനെ പതിയെ മണ്ഡലത്തിൽ സജീവമാക്കുകയാണ് കോൺഗ്രസ് അവിടെ ചെയ്യുന്നത്. ഇനി എങ്ങനെയായിരിക്കും തുടർ ദിവസങ്ങളിലെ പ്രതിഷേധങ്ങൾ? രാഹുൽ വീണ്ടും ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കുമോ? അത് എങ്ങനെയായിരിക്കും പ്രതിഷേധക്കാർ നേരിടുക എന്നുള്ളതൊക്കെയാണ് കണ്ടു തന്നെ അറിയേണ്ടത്. അഖിലോട്ട് പറയൊപ്പം CB അനുമോദ്, ന്യൂസ് 18. കോഴിക്കോട് പയ്യാനിക്കലിൽ മിശ്രവിവാഹിതരായ ദമ്പതികൾക്ക് ഭർത്താവിന്റെ കുടുംബത്തിന്റെ പീഡനം. യുവതി മതം മാറുകയോ യുവാവ് വിവാഹബന്ധം വേർപെടുത്തുകയോ ചെയ്യണമെന്നാണ് കുടുംബം നിർബന്ധിക്കുന്നത്. കുടുംബസ്വത്തിന്റെ ഓഹരി അമ്മ യുവാവിൽ നിന്ന് സ്വന്തം പേരിലാക്കി മാറ്റി. വീട്ടിൽ നിന്ന് മോഷണം നടത്തിയെന്നാരോപിച്ച് ദമ്പതികൾക്കെതിരെ കുടുംബം നൽകിയ പരാതിയിൽ പോലീസ് കേസുമെടുത്തു. 2019 ആറ്റിങ്ങൽ സ്വദേശിനിയായ യുവതിയും കോഴിക്കോട് പയ്യാനിക്കൽ സ്വദേശിയും ആയ യുവാവും തമ്മിൽ സൗഹൃദത്തിലാവുന്നത്. പിന്നീട് 2021 സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഇരുവരും വിവാഹം രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് യുവാവിന്റെ വീട്ടിലേക്ക് യുവതി എത്തുന്നത്. ആ സമയം മുതൽ കടുത്ത പീഡനങ്ങൾക്ക് താൻ വിധേയയാകുന്നു എന്നാണ് യുവതി പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം മതം മാറണമെന്നാണ്. ഹിന്ദു മതവിശ്വാസിയായ യുവതി മുസ്ലിം ആയി മാറണം എന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇത്തരമൊരു മതമാറ്റത്തിന് താൻ ആവില്ല എന്ന് അറിയിച്ചുകൂടി മറ്റൊരു യുവതിയെ വിവാഹം കഴിക്കണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വരികയായിരുന്നു എന്നാണ് യുവതി പറയുന്നത്. എന്നോട് ഉമ്മ പറയുന്നത് ഹസ്ബൻഡിന് കുട്ടീനെ വേണ്ടാന്ന് പറഞ്ഞു, നിന്നെ വേണ്ടാന്ന് പറഞ്ഞു.
ഹസ്ബൻഡിനോട് പറയുന്നത് നീ വേറൊരു കല്യാണം കഴിക്കുക, നമ്മളെ മുഖത്തുനിന്ന് വേറൊരു കല്യാണം കഴിച്ചിട്ട് ആ പെൺകുട്ടിയുടെ സ്വർണവും പൈസ എടുത്ത് എനിക്ക് തരണം, എന്നിട്ട് എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടുക. ഇതാണ് ഉമ്മ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ഞങ്ങൾ രണ്ടുപേരുടെയും വക്കീലാണ് ഞങ്ങളോട് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളാണ് ഉമ്മ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഉമ്മയുടെ ആവശ്യം ഇനിയും സ്ത്രീധനം വേണം. ഉമ്മയ്ക്ക് മാത്രമല്ല, അനിയത്തിയുണ്ട് ഫിദ എന്ന് പറയും, അനിയത്തിയുടെ ഹസ്ബൻഡ് ലബീബ്. ഇവർക്ക് ആ വീട്ടിൽ ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മാറി കൊടുക്കണം. വീട്ടിലെത്തിയ ശേഷം കടുത്ത പീഡനങ്ങൾക്കാണ് തന്നെ കുടുംബം വിധേയമാക്കിയതെന്നും യുവതി പറയുന്നു. 1 വയസ്സുള്ള കുട്ടിക്ക് കളിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം പോലും ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. ഒപ്പം ഈ വീടിന്റെ സുരക്ഷയ്ക്കായി CCTV ദൃശ്യങ്ങൾ വെച്ചപ്പോഴും ഈ ദൃശ്യങ്ങൾ പലപ്പോഴും തന്റെ കിടപ്പുമുറി അടക്കമുള്ളിടത്തേക്കാണ് തിരിച്ചുവെച്ചത്. താൻ ആവശ്യപ്പെടുമ്പോൾ മാത്രമാണ് അത് മറ്റിടത്തേക്ക് മാറ്റിയത്. വീട്ടിനുള്ളിൽ പോലീസിന്റെ തങ്ങൾക്ക് വീട്ടിൽ കഴിയാമെന്ന കോടതി ഉത്തരവുണ്ടായിട്ട് പോലും അതിനുള്ള സാഹചര്യം കുടുംബം ഒരുക്കുന്നില്ല. വൈദ്യുതിയും വെള്ളവും ഒക്കെ വിച്ഛേദിച്ച് തങ്ങളെ നിരന്തരം പീഡിപ്പിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ ചെയ്തത്. തങ്ങൾക്ക് ഒരു മുറി ആവശ്യമുണ്ടായപ്പോൾ ആ മുറിയിലേക്ക് കയറിയതിന് മോഷണക്കുറ്റം അടക്കം ആരോപിച്ച് തങ്ങൾക്കെതിരെ കേസ് നൽകിയെന്നും യുവതി പറയുന്നു. പെങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് പറയുന്നത് മതം മാറണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് പറ്റത്തില്ല. അത് എന്റെ ഹസ്ബൻഡ് എന്നോട് ആദ്യം ഈ പുള്ളി ഈ പ്രപ്പോസൽ വെച്ചപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു കാലത്തും എന്റെ മതം വിട്ട് വരത്തില്ല. പുള്ളിയും അതെന്നോട് പറഞ്ഞിട്ടില്ല. പുള്ളി ഒരു വട്ടം പോലും എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. പുള്ളി കംപ്ലീറ്റ് ആയിട്ട് ആ മതം വിശ്വസിക്കുന്ന ഒരാളല്ലാന്ന് എനിക്കറിയാം. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് മതം മാറാൻ പറ്റത്തില്ല. ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് പറയുന്നത് മതം മാറണം, ഈ മതം മാറണം. മതം മാറുകയാണെങ്കിൽ പ്രശ്നമില്ല, മതം മാറിയില്ലെങ്കിലാണ് പ്രശ്നം. കടുത്ത പീഡനങ്ങൾ കുടുംബത്തിൽ നിന്നും ഉണ്ടാവുന്നു എന്നാണ് യുവാവും പറയുന്നത്. കുടുംബത്തിന്റെ നിരന്തരമായ പ്രേരണയെ തുടർന്ന് ഈ ഭാര്യയുമായി താൻ വഴക്ക് അടിക്കുന്ന ഒരു കാര്യം വരെ എത്തിയിരുന്നു. ഇതേ തുടർന്ന് തന്റെ പേരിലുള്ള സ്വത്തുക്കൾ അമ്മയുടെ പേരിലേക്ക് എഴുതി നൽകേണ്ട ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് ബന്ധുക്കളുടെ ഇടപെടലിനെ തുടർന്നാണ് സ്വത്തിൽ ഒരു ഭാഗം തന്റെ കുട്ടിക്ക് എഴുതി നൽകുന്ന, അല്ലെങ്കിൽ കുട്ടിക്ക് അതിന്റെ അവകാശം നൽകുന്ന സാഹചര്യമുണ്ടായത്. പക്ഷേ ആ ഒരു അവകാശത്തിന്റെ പേരിൽ വീട്ടിലെത്തിയപ്പോഴും നിരന്തരമായ പീഡനങ്ങളാണ് കുടുംബത്തിന്റെ പേരിൽ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും ഈ കുടുംബം പറയുന്നു. യുവാവ് പറയുന്നത് കടുത്ത പീഡനങ്ങൾ തന്നെ തന്റെ കുടുംബത്തിൽ നിന്നും ഉണ്ടാവുന്നു എന്നാണ്. ഞാൻ പലവട്ടം അവരോട് ചോദിച്ചു. എന്റെ അടുത്ത് നിന്ന് ബ്ലാങ്ക് പേപ്പറിൽ പോലും അന്ന് സൈൻ ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ തമ്മിൽ ഒരു സൗന്ദര്യപ്പണക്കുള്ള സമയത്താണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. അത് ഞങ്ങളുടെ ഇടയിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ സംസാരിച്ച് തീർത്ത് ഞങ്ങൾ ഒരുമിച്ച് നിൽക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ആ വീട്ടിൽ കയറാൻ പറ്റില്ല. എന്നെ ആ വീട്ടിലേക്ക് യാതൊരു വിധത്തിൽ ഒരു ദിവസം ഞാൻ തീരെ വയ്യാതെ പനിച്ച് വീടിനടുത്ത് തന്നെയുള്ള ഒരു ക്ലിനിക്കിൽ എന്റെ വൈഫ് കൊണ്ടുപോയിട്ട് കാണിച്ചു. അന്ന് ബ്ലഡ് ടെസ്റ്റ് എടുത്തിട്ട് ആ റിസൾട്ട് കിട്ടാൻ 1.5 മണിക്കൂർ സമയമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ ബാക്കി കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അവിടുന്ന് പിന്നെയും തിരിച്ച് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോയിട്ട് ഒരു 15 മിനിറ്റ് നേരം ഞാൻ ആ വീട്ടിൽ കിടന്ന സമയം, ആ സമയം കൊണ്ട് ഞാൻ എന്റെ ഉമ്മേനെ ഞാൻ തല്ലി എന്ന് പറഞ്ഞിട്ട് എന്റെ ഉമ്മ എന്നെ സ്റ്റേഷനിൽ പോയിട്ട് പരാതി വിട്ടു. പന്നിയങ്കര പോലീസാണ് ഈ ഭർത്തൃമാതാവിന്റെയും സഹോദരന്റെയും ഒക്കെ പരാതിയുടെ അടിസ്ഥാനത്തിൽ യുവതിക്കും യുവാവിനുമെതിരെ കേസെടുത്തിരിക്കുന്നത്. വീട്ടിലെ മുറിക്കുള്ളിൽ അതിക്രമിച്ചു കയറി എന്ന കുറ്റവും ഒപ്പം ഈ സഹോദരന്റെ ലാപ്ടോപ്പും കമ്പ്യൂട്ടറിന്റെ മോണിറ്ററും മറ്റുമൊക്കെ മോഷ്ടിച്ചു എന്നീ കുറ്റങ്ങൾ ആരോപിച്ചാണ് ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ വീട്ടിലേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യമാണ്. കോഴിക്കോട് ബീച്ചിലാണ് പകലും വൈകുന്നേരങ്ങളുമൊക്കെ അവർ സമയം ചെലവഴിക്കുന്നത്. സുഹൃത്തുക്കളുടെ വീട്ടിൽ പോയാണ് വസ്ത്രം മാറുന്നതും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതും. ലോഡ്ജിലും ബീച്ചിലുമായാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കുടുംബം അഭയം പ്രാപിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും അടക്കം പരാതി നൽകിയിട്ടുമുണ്ട്. എന്തായാലും ഉചിതമായൊരു നടപടി അധികൃതരുടെ ഭാഗത്തുനിന്നും ഇക്കാര്യത്തിൽ ഉണ്ടാവുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് യുവാവും യുവതിയും ഉള്ളത്. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയതിൽ 2 ഡോക്ടർമാർക്ക് സസ്പെൻഷൻ. ജൂനിയർ റെസിഡന്റ് ഡോക്ടർ മുസ്തഫ, ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സർഫറാസ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. പൊതുജനവികാരം മറികടക്കാൻ സർക്കാർ ബലിയാടുകളെ കണ്ടെത്തുന്നുവെന്ന വിമർശനവുമായി KGMOA രംഗത്തെത്തിയിട്ടുണ്ട്. ചികിത്സാ പിഴവിനെ തുടർന്ന് പാലക്കാട് 9 വയസ്സുകാരുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവത്തിൽ 2 ഡോക്ടർമാർക്ക് സസ്പെൻഷൻ നൽകിയാണ് സർക്കാർ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ജൂനിയർ റെസിഡൻസ് ഡോക്ടർ മുസ്തഫ, ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സർഫറാസ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ചികിത്സ സംബന്ധിച്ചുള്ള പ്രോട്ടോകോൾ പാലിക്കുന്നതിൽ പ്രഥമ ദൃഷ്ട്യാ വീഴ്ച വന്നുവെന്നാണ് അവർക്കെതിരെ നടപടിയെടുക്കുന്നതിൻ്റെ കാരണമായി ഇതിൽ വിശദീകരിക്കുന്നത്. ഈ കഴിഞ്ഞ മാസം 24-ാം തീയതിയാണ് സംഭവം നടന്നത്. കുട്ടി വീണ്, ഈ 9 വയസ്സുകാരി വീണ് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ കൈ ഒടിഞ്ഞതായി കണ്ടെത്തിയിരുന്നു. തുടർന്ന് പ്ലാസ്റ്റർ ഇട്ടിരുന്നു.
ഉണ്ടായിരുന്നു. 25-ാം തീയതിയും ഈ കുട്ടിയെ ചികിത്സയ്ക്ക് കൊണ്ടുവന്നിരുന്നു. പക്ഷേ പിന്നീട് 30-ാം തീയതി കുട്ടിയെ കൊണ്ടുവന്നപ്പോഴേക്കും കുട്ടിയുടെ കൈയിൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. മുറിവുണ്ടായിരുന്നു. ആ മുറിവ് നോക്കാതെ പ്ലാസ്റ്റർ ഇട്ടത് കയ്യിലെ മുറിവിൻ്റെ പഴുപ്പ് ഗുരുതരമാക്കുകയും കയ്യിൽ വലിയ തോതിൽ തന്നെ രക്തയോട്ടം നിലയ്ക്കുന്ന സാഹചര്യവും അത്തരത്തിൽ അവസ്ഥ മോശമാവുന്ന അവസ്ഥ വന്നു. തുടർന്ന് കുട്ടിയെ പാലക്കാട് നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. അവിടെ നിന്നാണ് കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ചികിത്സാ പിഴവ് സംഭവിച്ചു എന്നാണ് പ്രാഥമികമായിട്ട് ഒരു വിലയിരുത്തൽ. അതായത് ഈ കുട്ടിയുടെ കയ്യിൽ മുറിവുണ്ട് എന്നത് നോക്കാതെ പ്ലാസ്റ്റർ ചെയ്തതാണ് ഇതിനൊരു കാരണമായത് എന്നാണ് പൊതുവെ ഉയരുന്ന ആക്ഷേപം. എന്നാൽ ഇത് സംബന്ധിച്ച് ഡോക്ടർമാർക്ക് ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടില്ല എന്നാണ് KGMOയുടെ ഒരു വിശദീകരണമായിട്ട് അവർ പറഞ്ഞിരുന്നത്. ഇത് അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. ആ ഒരു പ്രശ്നം കണ്ടപ്പോൾ തന്നെ കോഴിക്കോടേക്ക് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി റെഫർ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ചികിത്സാ പിഴവ് എന്ന കാര്യം ഉണ്ടായിട്ടില്ല എന്ന് KGMOയെ വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ നടപടി സ്വീകരിച്ചതിനെതിരെയും KGMOയെ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു അന്യായമാണ് ഈ ഒരു സസ്പെൻഷൻ നടപടി എന്നാണ് KGMOയുടെ വാദം. അത് പിൻവലിക്കണമെന്നൊരാവശ്യവും അവർ ഉന്നയിച്ചിട്ടുണ്ട്. ഇത് ചികിത്സാ പിഴവായിട്ട് ഇതിനെ കാണരുത്. ഇത് അപൂർവമായിട്ടുള്ളൊരു സങ്കീർണതയാണ്. അതിന് ചികിത്സാ പിഴവായി വ്യാഖ്യാനിച്ച് ഡോക്ടർമാരെ ബലിയാടാക്കാനുള്ള ഒരു ശ്രമവും അംഗീകരിക്കാനാകില്ലെന്നും KGMOയെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാണെങ്കിലും ഈ ഒരു കുട്ടിയുടെ കുടുംബം ഇതിൽ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട്. ഏതറ്റം വരെയും നീതിക്ക് വേണ്ടി പോകുമെന്നാണ് കുടുംബം അറിയിക്കുന്നത്. ഇതിൽ ആരുടെ ഭാഗത്താണ് പിഴവ് എന്നതറിയാൻ ഇനിയും ഒരുപക്ഷെ കാത്തിരിക്കേണ്ടി വരും. ഡോക്ടർമാർ പറയുന്നത് അവരുടെ ഭാഗത്ത് പിഴവുണ്ടായിട്ടില്ല എന്നാണ്. പക്ഷേ കുടുംബം പറയുന്നത് ഈ ആദ്യഘട്ടത്തിൽ നൽകിയ ചികിത്സ അതിൽ വന്ന പിഴവാണ് കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റേണ്ട സാഹചര്യത്തിൽ എത്തിയത് എന്നുള്ളതാണ്. എന്നാണെങ്കിലും വലിയ പ്രതിഷേധമാണ് സംഭവത്തിൽ ഇപ്പോൾ പാലക്കാടും അതുപോലെ കേരളത്തിലും ഈ വിഷയത്തിൽ ഉയരുന്നത്. അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. പാലക്കാട് ചികിത്സാ പിഴവിനെ തുടർന്ന് 9 വയസ്സുകാരുടെ കൈ മുറിച്ചു മാറ്റിയതിൽ ഡോക്ടർമാരെ ജോലിയിൽ നിന്ന് പുറത്താക്കണമെന്ന് കുട്ടിയുടെ അമ്മ പ്രസീത ആവശ്യപ്പെട്ടു. വീഴ്ച സംഭവിച്ചുവെന്ന് സമ്മതിക്കുന്നതാണ് ഇപ്പോഴത്തെ സസ്പെൻഷൻ. നിലവിലെ നടപടിയിൽ തൃപ്തിയില്ല. കുഞ്ഞിന് നീതി ഉറപ്പാക്കാൻ നിയമപരമായി മുന്നോട്ട് പോകുമെന്നും സഹായം സർക്കാർ ഉറപ്പാക്കണമെന്നും പ്രസീത ആവശ്യപ്പെട്ടു. സസ്പെൻഡ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. അവർക്ക് പിന്നെയും തിരിച്ച് കയറാനുള്ളതുണ്ടല്ലോ. പക്ഷെ സസ്പെൻഡ് ചെയ്യേണ്ട, അവന്റെ ജോലിന്ന് പിരിച്ചു വിടണം, അത്രേ ഞാൻ പറയുന്നുള്ളൂ. കാരണം എന്റെ മോൾക്ക് സംഭവിച്ചത് ഇനി വേറെ ആർക്കും സംഭവിക്കില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ആ ഹോസ്പിറ്റലിൽ അവർ അങ്ങനെ പറഞ്ഞത് ഇതൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണെന്ന് അവിടുത്തെ സൂപ്രണ്ട് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്നലെ. ഞങ്ങളോട് വരാനൊന്നും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കോൾഡ്രിപ്പ് ചുമമരുന്നിനെതിരെ നടപടിയുമായി കൂടുതൽ സംസ്ഥാനങ്ങൾ. ഉത്തരാഖണ്ഡും ഉത്തർപ്രദേശും സിറപ്പ് നിരോധിച്ചു. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം മരുന്ന് ഉൽപ്പാദിപ്പിച്ച തമിഴ്നാട് കാഞ്ചീപുരത്തെ ശ്രീസാൻ ഫാർമസ്യൂട്ടിക്കൽസിന്റെ ലൈസൻസ് റദ്ദാക്കിയിട്ടുണ്ട്. ക്രിമിനൽ നടപടികൾ സ്വീകരിച്ചു. കുട്ടികളിൽ ചുമമരുന്നുകളുടെ യുക്തിസഹമായ ഉപയോഗം ഉറപ്പാക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോൾഡ്രിപ്പ് ചുമമരുന്ന് കഴിച്ച കുട്ടികളുടെ മരണങ്ങളിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പരിശോധനയും നടപടികളും ഊർജിതമാക്കി. പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാത്ത മരുന്ന് നിർമ്മാണ യൂണിറ്റുകളുടെ ലൈസൻസ് റദ്ദാക്കുമെന്നാണ് മുന്നറിയിപ്പ്. സംസ്ഥാനങ്ങളോട് ഇത് സംബന്ധിച്ച പരിശോധനകൾ കർശനമാക്കണമെന്ന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കുട്ടികളിൽ ചുമമരുന്നുകളുടെ യുക്തിസഹമായ ഉപയോഗം ഉറപ്പാക്കണമെന്നും കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പറഞ്ഞു. 4 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് കഫ് സിറപ്പുകൾ ഒഴിവാക്കണമെന്നും 11 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് മിതമായ അളവിലും മാത്രമേ മരുന്ന് കുറിക്കാവൂ എന്നും അറിയിപ്പുണ്ട്. ഡോക്ടർമാരോട് മരുന്നുകൾ എഴുതുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. കോൾഡ്രിപ്പ് ചുമമരുന്ന് ഉൽപ്പാദിപ്പിച്ച തമിഴ്നാട് കാഞ്ചീപുരത്തെ ശ്രീസാൻ ഫാർമസ്യൂട്ടിക്കൽസിന്റെ ലൈസൻസ് റദ്ദാക്കി. അവർക്കെതിരെ ക്രിമിനൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ന് ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങൾ കൂടി കോൾഡ്രിപ്പിന്റെ ഉപയോഗം നിരോധിച്ചു. ഇതോടെ വിവാദ സിറപ്പ് നിരോധിച്ച ആകെ സംസ്ഥാനങ്ങളുടെ എണ്ണം 8ആയി. മരുന്ന് കർശന പരിശോധനയ്ക്ക് വിധേയമാക്കിയതിനു ശേഷം നടപടി സ്വീകരിക്കുമെന്ന് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് നായിയും വ്യക്തമാക്കി. മധ്യപ്രദേശിലും രാജസ്ഥാനിലും മരിച്ച കുട്ടികൾ കഴിച്ച മരുന്നുകളുടെ 10 സാമ്പിളുകളിൽ 9 എണ്ണം ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. കോൾഡ്രിപ്പ് ചുമ സിറപ്പിലാണ് അനുവദനീയമായതിലേറെ ഡൈ എത്തിലീൻ ഗ്ലൈക്കോൾ കണ്ടെത്തിയത്. അതേസമയം സംഭവത്തിൽ മധ്യപ്രദേശിലും രാജസ്ഥാനിലും കോൺഗ്രസ് പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.
ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതികൾ ഇന്ന് വൈകിട്ട് അറിയാം. 4 മണിക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം. 2 ഘട്ടമായി വോട്ടെടുപ്പ് നടക്കാനാണ് സാധ്യത. നവംബർ 22-നാണ് നിയമസഭയുടെ കാലാവധി അവസാനിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി കിരൺ ബാബു ചേരുകയാണ്. കിരൺ, ഇതിനകം തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ മാസം അവസാനം നടക്കുന്ന ഛാട്ട് പൂജയ്ക്ക് ശേഷം തെരഞ്ഞെടുപ്പ് നടത്തണം എന്നാണ്. അങ്ങനെ വരുമ്പോൾ നവംബർ 2ാം ആഴ്ചയിൽ ആദ്യഘട്ടം എന്ന രീതിയിലായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് നടക്കുക. അതെ, ആ തരത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് വരാൻ തന്നെയാണ് സാധ്യത. ഇന്ന് വൈകുന്നേരത്തോടുകൂടി തന്നെ ഇലക്ഷൻ പ്രഖ്യാപനം ഉണ്ടാകുന്നു. കഴിഞ്ഞ 2 മാസത്തിലേറെ കാലമായി തന്നെ പ്രധാനപ്പെട്ട 2 മുന്നണികളും തെരഞ്ഞെടുപ്പ് മൂഡിലേക്ക് തന്നെ കടന്നിരുന്നു. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. NDA ആയാലും അതോടൊപ്പം തന്നെ മഹാഗഠബന്ധന്റെ ഭാഗത്തു നിന്നായാലും ആ തരത്തിലേക്ക് ഈ തവണ അധികാരം പിടിക്കണം എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെ, അല്ലെങ്കിൽ അധികാരം നിലനിർത്തണം എന്ന ലക്ഷ്യത്തിൽ തന്നെയുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. പ്രധാനമായും 2 ഭാഗത്തും ഒന്ന് നിതീഷ് കുമാറാണ് നയിക്കുന്നത്. നിതീഷ് കുമാറിന്റെ പ്രായവും അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറവും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ആരോഗ്യപരമായ വിഷയങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മഹാഗഠബന്ധന്റെ ഭാഗത്തു നിന്ന് എതിർപ്പ് ഉന്നയിക്കുന്നത്. മഹാഗഠബന്ധൻ ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഹുൽ ഗാന്ധിയുടെയും അതോടൊപ്പം തന്നെ തേജസ്വി യാദവിന്റെ നേതൃത്വത്തിൽ ബീഹാറിലാകെ ഒരു വലിയ യാത്ര സംഘടിപ്പിച്ചിരുന്നു. അങ്ങനെയാണ് അവർ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നത്. അതോടൊപ്പം തന്നെ BJPയുടെ ഭാഗത്തു നിന്നും NDAയുടെ ഭാഗത്തു നിന്നും വലിയ റാലികളും അതോടൊപ്പം തന്നെ മഹാസമ്മേളനങ്ങളും വന്ന പ്രധാനമന്ത്രിയും അതോടൊപ്പം അമിത്ഷാ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെ അവതരിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് നീങ്ങുന്നത്. നിതീഷ് കുമാർ തുടർച്ചയായി തന്നെ മുന്നണികൾ പലതവണ മാറിയെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുകയാണ്. ഇപ്പോൾ NDAയ്ക്കൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ സീറ്റ് നിർണയത്തിന്റെ ഘടകമുള്ള പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്കടക്കം ഈ ആഴ്ച തന്നെ ഈ പ്രധാനപ്പെട്ട മുന്നണികൾ കടക്കും എന്നും പ്രതീക്ഷിക്കാം. ശരി, കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. 4 മണിക്ക് ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ തീയതികൾ അറിയാം. രാജസ്ഥാനിൽ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ 8 രോഗികൾ മരിച്ചു. ജയ്പൂരിലെ സവായ് മാൻസിംഗ് ആശുപത്രിയിൽ ഇന്നലെ രാത്രിയായിരുന്നു അപകടം. ഷോർട്ട് സർക്യൂട്ടാണ് ദുരന്ത കാരണമെന്നാണ് നിഗമനം. സംഭവത്തെപ്പറ്റി അന്വേഷിക്കാൻ സർക്കാർ ഉന്നതതല സമിതിയെ നിയോഗിച്ചു. SMS ആശുപത്രിയിലെ ട്രോമ കെയർ കെട്ടിടത്തിന്റെ 2ാമത്തെ നിലയിലാണ് രാത്രി 1:30ഓടെ തീപിടുത്തമുണ്ടായത്. ഇതേസമയം ട്രോമ ICUവിലും സെമി ICUവിലുമായി ആകെ 24 രോഗികൾ ചികിത്സയിലുണ്ടായിരുന്നു. അപകടത്തെ തുടർന്ന് കെട്ടിടത്തിൽ പടർന്ന പുക ശ്വസിച്ചാണ് 8 രോഗികൾ മരിച്ചത്. വൈദ്യുതി തടസ്സമുണ്ടായതോടെ രോഗികൾക്കുള്ള ഓക്സിജൻ വിതരണം തടസ്സപ്പെട്ടു. ഉടൻ തന്നെ രോഗികളെ സമീപത്തെ ആശുപത്രികളിലേക്ക് മാറ്റി. 5 പേർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ഷോർട്ട് സർക്യൂട്ടാണ് ദുരന്ത കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഫയലുകൾ, ICU ഉപകരണങ്ങൾ, രക്തസാമ്പിൾ തുടങ്ങി നിരവധി വസ്തുക്കൾ കത്തി നശിച്ചിട്ടുണ്ട്. രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ രാത്രി തന്നെ ആശുപത്രി സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. സംഭവത്തെപ്പറ്റി അന്വേഷിക്കാൻ 6 അംഗ ഉന്നതതല സമിതിയെയും സർക്കാർ രൂപീകരിച്ചു. മെഡിക്കൽ എഡ്യൂക്കേഷൻ കമ്മീഷണർ ഇക്ബാൽ ഖാന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുക. അതേസമയം ദുരന്തത്തിൽ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധവുമായി മരിച്ചവരുടെ ബന്ധുക്കൾ രംഗത്തെത്തി. സർക്കാരിനെതിരെയും ആശുപത്രി അധികൃതർക്കെതിരെയുമാണ് പ്രതിഷേധം. പ്രതിഷേധക്കാർ ആശുപത്രിക്ക് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കെയ്റോയിൽ നടക്കുന്ന ഗാസ സമാധാന കരാറിൽ ഇന്ന് ഇസ്രായേൽ പ്രതിനിധിയും ഹമാസ് പ്രതിനിധികളും ബന്ദിമോചന ചർച്ച നടത്തും. അനുകൂലമായ നിലപാടാണ് ഹമാസ് സ്വീകരിക്കുന്നതെന്നും വൈകാതെ സമാധാനം നടപ്പാകുമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. അതേസമയം ഗാസയിലെ ഇസ്രായേൽ ആക്രമണങ്ങൾക്ക് കുറവില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഉണ്ടായതിൽ ഏറ്റവും വലിയ ആക്രമണമാണ് ഇന്നലെ ഗാസയിൽ കണ്ടത്. അമേരിക്ക മുന്നോട്ട് വെച്ച ഗാസ സമാധാന കരാറിൽ കെയ്റോയിൽ ഇന്നും ചർച്ച തുടരും. ഇന്നത്തെ ചർച്ചയിൽ ഇസ്രായേൽ ചീഫ് നെഗോഷിയേറ്റർ റോൺ ഡെർമർ നയിക്കുന്ന സംഘം പങ്കെടുക്കും. ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യയും സംഘവും അമേരിക്കൻ, ഈജിപ്ഷ്യൻ പ്രതിനിധികളും ഇന്നലെ മുതൽ കെയ്റോയിൽ ചർച്ച തുടങ്ങി. നിരായുധീകരണവും ഗാസയുടെ ഭരണവും അടക്കമുള്ള കാര്യങ്ങളിൽ ഹമാസിന്റെ ആശങ്കകൾ അമേരിക്കയെ അറിയിച്ചെന്നാണ് സൂചന. ബന്ദിമോചനം ഏതു തരത്തിൽ നടപ്പാക്കണമെന്നും ഇന്ന് ചർച്ച ചെയ്യും. ഇക്കാര്യത്തിൽ തീരുമാനമായാൽ വൈകാതെ വെടിനിർത്തൽ നടപ്പാകും. അങ്ങനെയെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ ബന്ദി കൈമാറ്റം നടപ്പാവും. കൂടാതെ ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്നൊരൽപ്പം പിന്നോട്ട് പോകും. അത് കഴിഞ്ഞാണ് കരാറിന്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കുക. ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങണമെന്നാണ് വ്യവസ്ഥ. ഇക്കാര്യത്തിലും ഹമാസ് അനുകൂല നിലപാടിലേക്ക് എത്തുന്നുവെന്നാണ് സൂചന. അതേസമയം ഗാസയിലേക്ക് ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് ശമനമില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നതിൽ വെച്ച് ഏറ്റവും കനത്ത ആക്രമണമാണ് ഇന്നലെ ഉണ്ടായത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. റാപ്പർ വേടനെതിരായ ഗൂഢാലോചന പരാതിയിൽ സഹോദരങ്ങളുടെ മൊഴി രേഖപ്പെടുത്തി. തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിലാണ് വേടന്റെ സഹോദരങ്ങളുടെ മൊഴിയെടുത്തത്. പീഡന പരാതിയിലടക്കം ഗൂഢാലോചനയുണ്ടെന്ന മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. ഗൂഢാലോചന വ്യക്തമാക്കുന്ന ശബ്ദരേഖ അടക്കമുള്ള തെളിവുകളും കുടുംബം പോലീസിന് കൈമാറി.
പാലക്കാട് തിരുവേഗപ്പുറം ഗ്രാമപഞ്ചായത്തിൽ പന്നിവേട്ട വിദഗ്ധ ഷൂട്ടർമാരുടെ നേതൃത്വത്തിൽ 43 പന്നികളെയാണ് കൊന്നൊടുക്കിയത്. വ്യാപക കൃഷിനാശമാണ് കാട്ടുപന്നികൾ ഉണ്ടാക്കുന്നത്. കഴിഞ്ഞയാഴ്ച നടത്തിയ പന്നിവേട്ടയിൽ 13 പന്നികളെ വെടിവെച്ചു കൊന്നിരുന്നു. പ്രത്യേക പദ്ധതി തയ്യാറാക്കുകയും ഇതിന്റെ മേൽനോട്ടങ്ങൾക്കായി സ്പെഷ്യൽ ഓഫീസറെ ഗ്രാമപഞ്ചായത്ത് നിയമിക്കുകയും ചെയ്തിരുന്നു. കണ്ണൂരിൽ തെരുവുനായ ബോധവൽക്കരണത്തിനിടെ നാടക കലാകാരന് നായയുടെ കടിയേറ്റു. കണ്ടക്കൈ പറമ്പിലെ പി രാധാകൃഷ്ണനാണ് കടിയേറ്റത്. കണ്ടക്കൈ പി കൃഷ്ണപിള്ള വായനശാലയിലായിരുന്നു ബോധവൽക്കരണ നാടകാവതരണത്തിനിടെ ആക്രമണമുണ്ടായത്. കടിയേറ്റ രാധാകൃഷ്ണൻ പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. ഇടുക്കി പന്നിയാറിൽ കാട്ടാന ആക്രമണത്തിൽ കർഷകന് ദാരുണാന്ത്യം. പന്നിയാർ സ്വദേശി ജോസഫ് വേലുച്ചാമിയാണ് മരിച്ചത്. ഏലത്തോട്ടത്തിൽ വെച്ചാണ് കാട്ടാന ആക്രമണമുണ്ടായത്. ചക്കക്കൊമ്പനാണ് ആക്രമിച്ചത്. 14ഓളം കാട്ടാനകളുടെ കൂട്ടമാണ് ഇവിടെ എത്തിയത്. കാസർഗോഡ് കുമ്പളയിൽ യുവ അഭിഭാഷകയുടെ മരണത്തിൽ സുഹൃത്ത് അറസ്റ്റിലായി. അഭിഭാഷകനും യുവതിയുടെ സുഹൃത്തുമായ തിരുവല്ല സ്വദേശി അനിൽകുമാറാണ് അറസ്റ്റിലായത്. ഇയാൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരത്ത് വെച്ചാണ് അനിൽകുമാർ പിടിയിലായത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഓഫീസ് മുറിയിൽ അഭിഭാഷകയെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. പാലിയേക്കരയിൽ ടോൾ പിരിവിനുള്ള സ്റ്റേ തുടരും. വെള്ളിയാഴ്ച വരെ ടോൾ പിരിക്കാൻ പാടില്ലെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ജസ്റ്റിസുമാരായ എ മുഹമ്മദ് മുഷ്താഖ്, ഹരിശങ്കർ വി മേനോൻ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. കഴിഞ്ഞ ഓഗസ്റ്റ് 6 പാലിയേക്കരയിലെ ടോൾ പിരിവ് ഹൈക്കോടതി മരവിപ്പിച്ചത്. ടോൾ പിരിവിന് അനുമതി നൽകണമെന്നാണ് ദേശീയപാത അതോറിറ്റിയുടെയും ടോൾ കരാറുകാരുടെയും ആവശ്യം. 4 ആഴ്ചത്തേക്ക് മരവിപ്പിച്ച ടോൾ പിരിവ് പുനരാരംഭിക്കാൻ അനുവദിക്കണമെന്ന ദേശീയപാത അതോറിറ്റിയുടെ ആവശ്യം കഴിഞ്ഞ 7 തവണയും പരിഗണിക്കപ്പെട്ടില്ല. ഹർജി വെള്ളിയാഴ്ച വീണ്ടും ഹൈക്കോടതി പരിഗണിക്കും. തിരുവനന്തപുരം പാപ്പനംകോട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ ജീവനക്കാർക്ക് നേരെയുള്ള കയ്യേറ്റത്തിൽ പ്രതിഷേധിച്ച് എസ്റ്റേറ്റിലെ മുഴുവൻ സ്ഥാപനങ്ങളും അടച്ചിട്ട് തൊഴിലുടമകൾ. തൊഴിലാളി യൂണിയൻ പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിൽ. യുവ സംരംഭകന്റെ കമ്പനിയിൽ നിന്നും കൂടുതൽ കൂലി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധമാണ് കയ്യേറ്റത്തിലേക്ക് നീങ്ങിയത്. ഇതിനെതിരെയാണ് ഉടമകളുടെ പ്രതിഷേധം. നേമം സ്വദേശി ഹാഷിം നടത്തുന്ന വേണാട് പോളിമേഴ്സ് എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരനെയും ബന്ധുവിനെയുമാണ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ കയറ്റിറക്ക് തൊഴിലാളികൾ മർദ്ദിച്ചത്. പഴയ പ്ലാസ്റ്റിക് കസേരകൾ പുനരുപയോഗത്തിനായി പൊടിച്ച് നിർമ്മാണ കമ്പനികൾക്ക് വിതരണം നടത്തുന്ന സ്ഥാപനമാണ് വേണാട് പോളിമേഴ്സ്. കയറ്റിറക്ക് തൊഴിലാളികളുമായി കൂലിത്തർക്കം നിലനിൽക്കുന്നതിനാൽ കുറച്ചു ദിവസങ്ങളായി ഇവിടെ നിന്നും ലോഡ് കയറ്റി അയക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ അടിയന്തരമായി അയക്കേണ്ട ലോഡ് ജീവനക്കാർ തന്നെ ലോറിയിലേക്ക് കയറ്റിയത് ചോദ്യം ചെയ്തായിരുന്നു ലോറി ഡ്രൈവറെയും ഉടമയുടെ പിതാവിന്റെ അനുജനെയും തൊഴിലാളികൾ മർദ്ദിച്ചത്. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇവിടുത്തെ മുഴുവൻ സ്ഥാപനങ്ങളും അടച്ചിട്ട് പ്രതിഷേധിക്കുന്നത്. എന്റെ യൂണിറ്റിലെ സ്റ്റാഫുകൾ ലോഡ് കയറ്റി ഏകദേശം ഒരു പകുതിയോളം ആയപ്പോഴത്തേക്ക് ഒരു 3-4 പേര് വരികയും ഡ്രൈവറിനെ വണ്ടിയിൽ നിന്ന് വലിച്ചിറക്കി മർദ്ദിക്കുകയും ചെയ്തു. എന്റെ യൂണിറ്റ് ഇൻചാർജ് എന്റെ ഒരു അടുത്ത ബന്ധുവാണ്. തടയാൻ ചെന്ന പുള്ളിയെയും പിടിച്ചു തള്ളുകയും മർദ്ദിക്കുകയും ചെയ്തു. പാപ്പനംകോട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ ചുമട്ടുതൊഴിലാളികൾ ചട്ടവിരുദ്ധമായി പ്രവർത്തിക്കുന്നത് ഇവിടുത്തെ കമ്പനികളുടെ സുഗമമായ നടത്തിപ്പിനെ തന്നെ സാരമായി ബാധിക്കുന്നുണ്ടെന്നാണ് ആക്ഷേപം. സ്പെഷ്യൽ സോണായ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ തൊഴിലാളികൾ കൂലി വർധനവ് ചർച്ചയിലൂടെ ആവശ്യപ്പെടുന്നതിന് പകരം സംരംഭകരെ ഭീഷണിപ്പെടുത്തുന്ന സമീപനം ഉണ്ടായിട്ടുണ്ടെന്നും ആരോപണമുണ്ട്. ആ യൂണിറ്റിനകത്ത് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട അധികാരികളുമായിട്ട് ഇത് ചർച്ച ചെയ്യാമല്ലോ. കയറ്റിയെടുക്കുമ്പോൾ പൈസ അവിടെയല്ലേ അടയ്ക്കുന്നത്, ബോർഡിലെ പിഴപ്പലിശ ഉൾപ്പെടെ അടയ്ക്കാമല്ലോ. അത് നിലനിൽക്കുമ്പോൾ കയ്യേറ്റം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. ഇത് ചട്ടങ്ങൾക്ക് തൊഴിലാളി നിയമത്തിന്റെ പരിധിയിൽ വരുന്നതല്ല, ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. സംഭവത്തിൽ ഹാഷിം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സർക്കാർ കൃത്യമായി ഇടപെടൽ നടത്തിയില്ല എങ്കിൽ കൂടുതൽ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് ഉടമകളുടെ തീരുമാനം. സർക്കാർ സംരംഭകർക്ക് എല്ലാവിധ പിന്തുണയും നൽകി മുന്നോട്ടു പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേരളത്തിന്റെ വ്യാവസായിക മേഖലയ്ക്ക് തന്നെ കളങ്കം സൃഷ്ടിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരം കല്ലമ്പലത്ത് കാറിൽ ഡെലിവറി വാൻ ഇടിച്ച് ഒരാൾ മരിച്ചു. കാർ യു ടേൺ എടുക്കുന്നതിനിടെയാണ് പിന്നിൽ നിന്ന് വന്ന വാൻ ഇടിച്ചത്. തോട്ടയ്ക്കാട് സ്വദേശി മീനയാണ് മരിച്ചത്. മകനെ ട്യൂഷൻ ക്ലാസ്സിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയായിരുന്നു അപകടം. 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ മകൻ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്.
രാഷ്ട്രപതി ദ്രൗപദി മുർമു ഈ മാസം 22-ന് ശബരിമലയിലെത്തും. സന്ദർശനത്തോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയതായി സർക്കാർ അറിയിച്ചു. തുലാമാസ പൂജയുടെ അവസാന ദിവസമാണ് രാഷ്ട്രപതി ശബരിമലയിലെത്തുന്നത്. ഒക്ടോബർ 22 മുതൽ 24 വരെയാണ് രാഷ്ട്രപതി കേരളത്തിൽ ഉണ്ടാവുക. മലയാള ഭാഷാ ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചു. മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി പി രാജീവാണ് ബിൽ അവതരിപ്പിച്ചത്. ബിൽ ചരിത്ര പ്രാധാന്യമുള്ളതാണെന്നും ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതാണെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു. കോടതി വ്യവഹാരങ്ങളിലും മലയാളം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ബിൽ. സബ്ജക്ട് കമ്മിറ്റിക്ക് ബിൽ വിട്ടിട്ടുണ്ട്. സർവകലാശാല വൈസ് ചാൻസലർമാർ ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി തീരുമാനമെടുക്കുന്നുവെന്ന് മന്ത്രി ആർ ബിന്ദു. അധികാര പരിധിക്ക് പുറത്തുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ്. സമയബന്ധിതമായി സിൻഡിക്കേറ്റ് വിളിച്ചു ചേർക്കുന്നതിൽ ചില വൈസ് ചാൻസലർമാർ അലംഭാവം കാണിക്കുന്നുവെന്നും മന്ത്രി. നിയമസഭയിൽ സർവകലാശാല ഭേദഗതി ബിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന ഉപക്ഷേപം അവതരിപ്പിക്കുകയായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 11,070, പവന് 88,560. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 9,165, പവന് 73,320. വെള്ളി ഗ്രാമിന് 162, കിലോയ്ക്ക് 1,62,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ഇടവേളയ്ക്ക് ശേഷം സ്പോട്ട് ലൈവ് ടോം കുര്യാക്കോസ് ചേരും.